जय कुञ्ज विहारी जय राधमाधव जय कुञ्ज विहारी जय गोपीजनवल्लभा जय गिरिवरधारी जय गिरिवरधारी जय गोपीजनवल्लभा जय गिरिवरधारी जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी कुञ्जविहारी जय राधा माधव जय कुञ्जविहारी जय गोपीजनवल्लभा जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारी कुञ्जविहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा हरे ഹരേ രാമ ഹരേ ഹരേ. കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒപ്പം അവസാനമായിട്ട് രണ്ടാം കുലോത്തുംഗ ചോഴൻ എന്ന് പറയുന്ന ശൈവരാജാവ് അദ്ദേഹം വൈഷ്ണവ ക്ഷേത്രങ്ങളെല്ലാം തകർക്കുക, വൈഷ്ണവരെ മൊത്തം ഉപദ്രവിക്കുക, അങ്ങനെ ഒരു പ്രത്യേക ഒരു മത ഭ്രാന്ത് പോലെ ഒരു ഭക്തിയുടെ ഭ്രാന്ത് പിടിച്ച ഒരു രാജാവായിരുന്നു അദ്ദേഹം. ശിവഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ വൈഷ്ണവരോട് ഭയങ്കര എതിർപ്പുള്ള ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം രാമാനുജാചാര്യരുടെ ശിഷ്യന്മാരെ എല്ലാം ഓരോരുത്തരായിട്ട് വിളിച്ചു വരുത്തി ശിവനല്ലാതെ സുപ്രീമായിട്ട് ലോകത്ത് ആരുമില്ല എന്ന് എഴുതി വാങ്ങിപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ രാമാനുജാചാര്യരുടെ ശിഷ്യനായ കുരത്താൾവാരുടെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ നാളൂരാൻ എന്ന് പറയുന്ന ആ രാജാവിന്റെ മന്ത്രി പറഞ്ഞു കൊടുക്കും, ഈ എല്ലാവരെയും വിളിച്ചു വരുത്തി അവരെ കൊണ്ടൊക്കെ എഴുതി വാങ്ങുന്നതിനേക്കാൾ നല്ലത് വൈഷ്ണവ ആചാര്യനായ ശ്രീ വൈഷ്ണവത്തിന്റെ തലത്തൊട്ടപ്പനായ രാമാനുജാചാര്യരെ കൊണ്ട് തന്നെ എഴുതി മേടിച്ചാൽ പിന്നെ എല്ലാവരും ശിവനെ സുപ്രീമായിട്ട് കരുതിക്കോളും എന്ന് പറയുന്നു. അങ്ങനെ ഭടന്മാരെ വിട്ട് രാമാനുജാചാര്യരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രീരംഗത്തേക്ക് ഈ പറയുന്ന രണ്ടാം കുലോത്തുംഗ ചോഴൻ എന്ന ശൈവരാജാവ് വിടുന്നു. അങ്ങനെ ഇവരെ കണ്ട ഉടൻ തന്നെ ആ സമയത്ത് രാമാനുജാചാര്യർ കാവേരി നദിയിൽ കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു. പക്ഷേ ഇവരുടെ വരവും ഇവരുടെ പെരുമാറ്റവും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആകെ പ്രശ്നമാണ്. രാമാനുജാചാര്യരെ കൊണ്ടുപോകാൻ വന്നതാണ്. രാമാനുജാചാര്യരെ കൊണ്ട് ഇത് എഴുതി മേടിക്കാൻ പറ്റാതെ വരുമ്പോൾ രാമാനുജാചാര്യർ അവർ വധിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ കൂരത്താഴ്വാർ രാമാനുജാചാര്യരുടെ കാവ്യവസ്ത്രം എടുത്ത് ധരിക്കുകയും ത്രിദണ്ഡ് കയ്യിൽ പിടിക്കുകയും ചെയ്തിട്ട് മുന്നിലേക്ക് വന്ന് ഞാനാണ് രാമാനുജാചാര്യർ, എന്താ ആവശ്യമെന്ന് ചോദിക്കുന്നു. പെരിയ നമ്പി രാമാനുജാചാര്യരുടെ ഗുരുവും യമുനാചാര്യരുടെ ശിഷ്യനുമായ പെരിയ നമ്പി ആ സമയത്ത് മഠത്തിലുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ കുരത്താഴ്വാർ ഇങ്ങനെ ഒരു അഭിനയം കാണിക്കുന്നത് എന്തിനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം രാമാനുജാചാര്യരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വയം രാമാനുജാചാര്യായിട്ട് അദ്ദേഹം അഭിനയിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പെരിയ നമ്പി ഇദ്ദേഹത്തിനൊരു സഹായിയായിട്ട് ഞാനും കൂടെ പോകണമെന്ന് വിചാരിച്ച് അദ്ദേഹവും കൂടി ഈ കൂരത്താഴ്വാരെ കൂടെ
രണ്ടാം കുലത്തുങ്ക ചോഴന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും രാജാവ് ഇവരോട് ഈ രാമാനുജാചാര്യ അദ്ദേഹം നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം രാമാനുജാചാര്യായിരിക്കാം എന്നുള്ള ധാരണയിൽ ഇങ്ങനെ ഇത് അദ്ദേഹം എന്താ പറയാ, സുപ്രീമായിട്ട് ശിവൻ മാത്രമേ ഉള്ളൂ എന്ന് എഴുതി കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ രാമാനുജാചാര്യർ ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. അദ്ദേഹം എന്താണ് അതിന് പകരം ശിവം പരതരം നാസ്തി ദ്രോണമസ്തി തൻഹ പരം എന്ന വിദണ്ഡവാദം എന്ന് പറഞ്ഞാൽ ശിവം എന്ന വാക്കിന് നാഴി എന്നൊരർത്ഥമുണ്ട്. ദ്രോണം എന്ന് വെച്ചാൽ മുഴുക്കാപ്പ്. അപ്പോ അരക്കാപ്പ് എങ്ങനെ മുഴുക്കാപ്പിനോളം ഉയർന്നതാവും എന്നുള്ള പരിഹാസ രീതിയിലാണ് ആ ഓലയിൽ അദ്ദേഹം എഴുതിയത്. അത് കണ്ട് കോപിഷ്ഠനായിട്ടുള്ള കുലോത്തുങ്ക ചോഴൻ ശരിക്കും വാളുകൊണ്ട് കഴുത്ത് വെട്ടലാണ് നടക്കുന്നത്. പക്ഷെ ഇദ്ദേഹം ഇങ്ങനെ വേദന അനുഭവിച്ച് ജീവിക്കണമെന്നൊരു ചിന്തയോടെ ഈ പറയുന്ന രാമാനുജാചാര്യ ആണ് നിൽക്കുന്നതെന്നുള്ള ധാരണയിൽ ഈ ഇദ്ദേഹത്തിന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കാൻ ഉത്തരവിടും. ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുന്നത്. അങ്ങനെ കാവലാളികൾ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് കമ്പി, ഇങ്ങനെ തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഇരുമ്പ് കമ്പിയുമായിട്ട് ആരുടെ അരികിലേക്ക് വരും? ഈ കുരത്താഴ്വാരുടെ അരികിലേക്ക് വരും. എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. രാജാവുണ്ട്, മന്ത്രിമാരുണ്ട്, സൈന്യം, സേനാ നായകന്മാര് എല്ലാവരും ആ സദസ്സിലുണ്ട്. ആ സദസ്സിലേക്ക് ഇങ്ങനെ ചുട്ടുപഴുപ്പിച്ച കമ്പിയുമായിട്ട് ആര് വരുന്നു? അദ്ദേഹത്തിന്റെ ഭടന്മാർ വരികയാണ്. അപ്പോ ഇത് കണ്ടപ്പോൾ എന്തായാലും മനസ്സിലായി, തന്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ച് കളയാൻ ഇവർ വരും എന്നുള്ളത് ഉറപ്പായി. അദ്ദേഹം ഈ പഴുപ്പിച്ച കമ്പിയുമായിട്ട് വരുന്നവരെ നോക്കിയിട്ട് പറയും, നിങ്ങൾ എന്തായാലും എൻ്റെ കണ്ണ് നഷ്ടപ്പെടുത്താനാണല്ലോ ആഗ്രഹം. എന്താ നിങ്ങൾ ഈ കമ്പി ഒന്നും എനിക്ക് വേണ്ട, എൻ്റെ കണ്ണ് ഞാൻ തന്നെ കുത്തി പൊട്ടിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് 2 കൈകൾ കൊണ്ട് ആ സ്വന്തം കണ്ണുകളെ, കൃഷ്ണമണിയെ വലിച്ചു പറിച്ച് അവരുടെ മുമ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുത്തു. ആര്? കൂരത്താഴ്വാർ. അങ്ങനെ 2 കണ്ണിൽ നിന്നും രക്തം ഇങ്ങനെ പൈപ്പിൽ നിന്ന് വെള്ളം തുറന്നു വിടും പോലെ ചീറ്റി ഒഴുകി പലരും ബോധമറ്റ് വീണു. ഈ രംഗം കണ്ട് പെണ്ണുങ്ങളൊക്കെ അലറി വിളിച്ചുപോയി. പക്ഷെ രാജാവിന് ഒരു കൂസലുമില്ല. രാജാവ് അത്ര വൈഷ്ണവ വിദ്വേഷിയാണ് ഈ രാജാവ്, അത്ര ക്രൂരനാണ്. അപ്പോ രാജാവ് പറയും, എന്തായാലും പഴുപ്പിച്ചുകൊണ്ട് വന്നതല്ലേ, കഷ്ടപ്പെട്ടതല്ലേ, ആ കമ്പി വേസ്റ്റ് ആക്കണ്ട, മറ്റേ അങ്ങേരെ കണ്ണിൽ കൂടെ കുത്തിക്കയറ്റി കൊടുക്കാൻ പറയും. ആരെ? പെരിയ നമ്പി. രാമാനുജാചാര്യരുടെ ഗുരുവായ പെരിയ നമ്പി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം വളരെ വയസ്സായ ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അദ്ദേഹം എന്തായാലും കമ്പി കൊണ്ടുവന്നതല്ലേ, നിങ്ങൾ കമ്പി ഇനിയിപ്പം പഴുപ്പിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് പഴുപ്പിച്ചതല്ലേ, അത് വേസ്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞിട്ട് പെരിയ നമ്പിയുടെ കണ്ണിനെ കുത്തി പൊട്ടിച്ചു. ഈ ചുട്ടു പഴുപ്പിക്കുന്ന ആ പഴുത്ത ആ കമ്പി കുത്തി കയറ്റി. അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും ഈ രക്തം ചീറ്റി ഒഴുകി ആൾക്കാർ അന്തം വിട്ടു നിന്നു. പക്ഷെ ഇവർക്ക് 2 പേർക്കും ഇത്ര ഭയങ്കരമായ വേദന ആണെങ്കിലും അവർക്ക് രാമാനുജാചാര്യരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമാണ് തോന്നിയത്. ഒട്ടുമേ സങ്കടം തോന്നിയില്ല. വേദനയുണ്ട്, കണ്ണ് പോയി, മൊത്തം അന്ധകാരം കൊണ്ട് നിറഞ്ഞു. പക്ഷെ എങ്കിലും 2 പേർക്കും രാമാനുജാചാര്യരുടെ ജീവൻ രക്ഷിക്കാനായി എന്നുള്ള ഒരു വലിയ സന്തോഷം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് പെരിയ നമ്പിയുടെ ഏറ്റവും ഇളയ മകൾ, അവള് എന്നുവെച്ചാൽ അല്ലെ, അവസാനമായിട്ട് ജനിച്ച കുട്ടിയുണ്ട്. ആ കുട്ടി അത്തുള എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടി ഇങ്ങനെ അച്ഛനെയും കൂരത്താൾവാരെയും രാജഭടന്മാർ വന്ന് കൊണ്ടുപോയി എന്ന് അറിഞ്ഞ് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഈ 2 പേരും അന്ധരായിട്ട് നിൽക്കുന്നു. രക്തം ഇങ്ങനെ ചീറ്റി ഒഴുകുന്നു, അവിടെ തറ മൊത്തം ബ്ലഡ് മയം. അപ്പോ ഈ കുട്ടി നിലവിളിക്കും. അപ്പോൾ രാജാവ് പറയും, എല്ലാത്തിനെയും തൂക്കി പുറത്ത് കൊണ്ടുപോകാൻ പറയും. അങ്ങനെ ഈ കുട്ടി ഈ അച്ഛൻ്റെയും കൂരത്താൾവാരുടെയും കൈ പിടിച്ച് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരും ഈ കുട്ടി. അങ്ങനെ ആ സമയത്ത് പെരിയ നമ്പിക്ക് 105 വയസ്സായിരുന്നു. വളരെയധികം വാർദ്ധക്യം ബാധിച്ച് വളരെ ക്ഷീണിതനും ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ആളാണ്
ആ സമയത്ത് പെരിയ നമ്പി അങ്ങനെ അവർക്ക് നടക്കാൻ തന്നെ പറ്റുന്നില്ല. ഈ കുട്ടി രണ്ടുപേരെയും ഇങ്ങനെ കൈ പിടിച്ച് ശ്രീരംഗത്തേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് അദ്ദേഹത്തിന് വേദന സഹിക്കാൻ പറ്റാതെ ഈ വയസ്സായ പെരിയ നമ്പി പറഞ്ഞ് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം, എനിക്കൊന്ന് കിടക്കണം എന്ന് പറയും. അങ്ങനെ പൂരത്താഴ്വാരുടെ മടിയിൽ തല വെച്ച് തൻ്റെ മകൾ അത്തുള്ളയുടെ മടിയിൽ പാദം വെച്ച് രാമാനുജാചാര്യരെയും തൻ്റെ ഗുരുവായ യമുനാചാര്യരെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് അദ്ദേഹം ജീവൻ വെടിയുകയാണ് ചെയ്യുന്നത്, ആര് പെരിയ നമ്പി. അങ്ങനെ ഈ കുട്ടിയുടെ നിലവിളിയും പൂരത്താഴ്വാരുടെ ഈ ഇദ്ദേഹം പോയതിലുള്ള സങ്കടം കൊണ്ടുള്ള കരച്ചിലും ഒക്കെ കേട്ട് അതുവഴി പോയ വൈഷ്ണവരെ ഓടി വന്ന് ഇവരെ എന്താണ് ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് ഇദ്ദേഹത്തിന്റെ മരിച്ച ആളിന്റെ പെരിയ നമ്പിയുടെ സംസ്കാരക്രിയ ചടങ്ങുകളൊക്കെ നടത്തി. എന്നിട്ട് ഈ കുട്ടിയെയും പൂരത്താഴ്വാരെയും ശ്രീരംഗത്തേക്ക് പോകുന്നതിന് വേണ്ട സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്തു. അങ്ങനെ പൂരത്താഴ്വാരും ഈ കുട്ടിയും തിരിച്ച് ശ്രീരംഗത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് ശ്രീരംഗം ക്ഷേത്രത്തിൽ ഇദ്ദേഹം പോകാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഭടന്മാർ ക്ഷേത്രമല്ല ആ സമയത്ത് ഈ രണ്ടാം കുലോത്തുംഗ ചോഴൻ കീഴടക്കി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ക്ഷേത്രത്തിൽ കയറാൻ പോയപ്പോൾ ഈ ഭടന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് കയറാൻ അനുവാദമില്ല, നിങ്ങൾ കയറണമെന്നുണ്ടെങ്കിൽ ആര് കയറിയാൽ ക്ഷേത്രത്തിൽ കയറുന്ന ആരും രാമാനുജാചാര്യർ എൻ്റെ ശത്രുവാണ്, ഞാൻ ശൈവനാണ്, വിഷ്ണു സുപ്രീം അല്ല എന്നൊക്കെ പറയാമെങ്കിൽ മാത്രമേ ക്ഷേത്രത്തിൽ കയറ്റൂ എന്ന് പറഞ്ഞു. അപ്പോ പൂരത്താഴ്വാർ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എനിക്ക് പെരുമാളെ കാണേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനി ഇവിടെ കഴിയുന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അദ്ദേഹം മധുരയ്ക്ക് അടുത്തുള്ള തിരുമാലയിൽ ചോലൈ അഴകർ കോവിലേക്ക് പോയി. തിരുമാലയിൽ ചോലൈ, അവിടെ അഴകർ ക്ഷേത്രമുണ്ട്, അവിടേക്ക് പോയി. അവിടെ ഭഗവാന് പൂക്കൾ കെട്ടുന്ന സേവനം അദ്ദേഹം ചെയ്തുകൊണ്ട് കണ്ണില്ല എന്ന വിഷമത്തെ പറ്റി ചിന്തിക്കാതെ ആ സമയത്തും ഭഗവത് സേവനത്തിൽ മുഴുകിക്കൊണ്ട് കഴിഞ്ഞു. ഇതിനിടയിൽ രാമാനുജാചാര്യർ ശുഭ്രവസ്ത്രധാരിയായി കർണാടകത്തിലേക്ക് തൻ്റെ സഹോദരി പുത്രൻ മുതലേ ആണ്ടാൾ ഉൾപ്പെടെ 52 ശിഷ്യന്മാരൊപ്പം ശ്രീരംഗത്ത് നിന്നും യാത്ര തുടങ്ങാൻ നമ്മളിപ്പോൾ തീരുമാനിച്ച കാര്യം നമ്മൾ കണ്ടു. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി ശ്രീരംഗനാഥനെ കണ്ടിട്ട്, ഭഗവാനെ ഈ കഷ്ടകാലത്ത് നീ മാത്രമാണ് എനിക്കും എൻ്റെ വൈഷ്ണവർക്കും ഒക്കെ തുണ, നീ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ച ശേഷം അദ്ദേഹം കാട്ടുവഴികളിലൂടെ മൈസൂറിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ നീലഗിരി മലയടിവാരത്തിൽ വെച്ച് തിരുപ്പതി നല്ലാർ ചക്രവർത്തി ഹരേ കൃഷ്ണ. അങ്ങനെ അവര് നീലഗിരി മലയടിവാരത്തിൽ വെച്ച് തിരുപ്പതി നല്ലാർ ചക്രവർത്തി എന്ന ആളിന്റെ ശിഷ്യരായ ആദിവാസികൾ ഇവരെ കാണുന്നു. അങ്ങനെ തിരുപ്പതി നല്ലാർ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ അത് രാമാനുജാചാര്യരുടെ ഒരു ശിഷ്യനാണ്. ഇദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി രാമാനുജാചാര്യരുടെ സന്ദേശം പ്രചരിപ്പിക്കുന്ന, അന്നത്തെ കാലത്ത് പ്രീച്ചിങ് ചെയ്യുന്ന ആളായിരുന്നു. അങ്ങനെ ഇദ്ദേഹം ആദിവാസികളായിട്ടുള്ള ഈ കാട്ടിലുള്ള ആൾക്കാരെയും പ്രീച്ച് ചെയ്തിട്ട് അവരെ വിഷ്ണു ഭക്തിയിലേക്ക് എത്തിച്ചയാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തിരുപ്പതി നല്ലാർ ചക്രവർത്തി കാരണം ഇവരെല്ലാം ഭക്തന്മാരായിക്കൊണ്ടിരുന്നു. രാമാനുജാചാര്യരെ അവരും ഗുരുവായിട്ട് സ്വീകരിച്ചിരുന്നു. പക്ഷെ അവർക്ക് വന്നിരിക്കുന്ന ആള് രാമാനുജാചാര്യരാണെന്ന് മനസ്സിലായില്ല. കാരണം അവർ കണ്ടിട്ടില്ല. തിരുപ്പതി നല്ലാർ ചക്രവർത്തി മാത്രമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം ആണെങ്കിൽ അപ്പോൾ അവിടെ ഇല്ല. അങ്ങനെ തണുത്ത് വിറച്ചു കൊണ്ടിരുന്ന രാമാനുജാചാര്യർക്ക് മുമ്പ് ഈ വേടന്മാരെല്ലാം വന്ന് വലിയ അഗ്നി കൊണ്ടൊക്കെ ഒരുക്കി തണുപ്പ് കുറച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങളൊക്കെ ആരാണ്, എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ശിഷ്യർ പറഞ്ഞു, ഞങ്ങൾ ശ്രീരംഗത്ത് നിന്നും വരുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഓ ശ്രീരംഗത്ത് നിന്നാണോ, അപ്പോൾ അവിടെ രാമാനുജാചാര്യർ സുഖമായിരിക്കുന്നോ എന്നൊക്കെ ഇവർ ചോദിച്ചു. അദ്ദേഹത്തിന് സുഖം തന്നെ, അദ്ദേഹം നന്നായിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ശിഷ്യർ ചോദിച്ചു, നിങ്ങൾ ഈ കാട്ടിൽ കഴിയുന്ന നിങ്ങൾക്ക് എങ്ങനെ ഈ രാമാനുജാചാര്യരെ പറ്റി അറിയാം എന്ന് ചോദിച്ചു. അപ്പോൾ പറയും, അത് ഞങ്ങളെല്ലാം ഈ തിരുപ്പതി നല്ലാർ ചക്രവർത്തിയുടെ അനുയായികളാണ്. അദ്ദേഹം രാമാനുജാചാര്യരെ പറ്റി നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഗുരുവാണ് രാമാനുജാചാര്യർ. എപ്പോഴും രാമാനുജ തിരുവടികളെ ശരണം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രാമാനുജാചാര്യർ നമ്മുടെ പരമ ആചാര്യനായിട്ട് നമ്മൾ വിശ്വസിച്ച് കണ്ട് ജീവിക്കുകയാണ് എന്ന് അവർ ഭക്തിയോടുകൂടി ഈ വേടന്മാർ പറഞ്ഞു.
അപ്പോ ഭക്തന്മാർ ശിഷ്യന്മാർ പറയും, ഈ ഇരിക്കുന്ന ആള് തന്നെയാണ് ആര്, നിങ്ങൾ പറഞ്ഞ ആ രാമാനുജ ആചാര്യർ എന്ന് ശിഷ്യർ പറയും. അങ്ങനെ ആദ്യമായിട്ട് രാമാനുജാചാര്യരെ നേരിൽ കണ്ടതിൽ വേടജനത്തിന് പരമ സന്തോഷമായി. രാമാനുജാചാര്യർക്ക് നല്ലാർ ചക്രവർത്തി മുഖാന്തരം വൈഷ്ണവ സമ്പ്രദായം കാട്ടിലെ ആദിവാസികൾ വരെ ഫോളോ ചെയ്യുന്നു എന്നറിഞ്ഞതിൽ വലിയ സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടായി. തന്റെ ശിഷ്യനായ തിരുപ്പതി നല്ലാർ ചക്രവർത്തി കാരണം ആദിവാസികൾ വരെ കൃഷ്ണഭക്തിയിലേക്ക് എത്തിയതിൽ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമുണ്ടായി. പക്ഷെ ആ സമയത്തൊന്നും ഇവിടെ കൂരത്താழ்വാരിന്റെയും തന്റെ ഗുരുവായ പെരിയ നമ്പിയുടെയും കണ്ണുപോയ കാര്യമൊന്നും അദ്ദേഹം അറിയുന്നില്ല. അപ്പോൾ അവിടെ എന്ത് പറ്റുന്നു, അവിടെ ഈ വേടന്മാരായിട്ടുള്ള ആൾക്കാർ മുളയരി, തിനമാവ്, തേന്, കാട്ടുപഴങ്ങള്, കാട്ടുകിഴങ്ങുകൾ ഇങ്ങനെ ധാരാളം സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് അവ കൊണ്ടെല്ലാം നല്ല വ്യത്യസ്തങ്ങളായ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി രാമാനുജാചാര്യരെ ശിഷ്യരെയൊക്കെ സന്തോഷിപ്പിച്ചു. അങ്ങനെ അടുത്ത ദിവസം ഈ വേടൻ രാമാനുജാചാര്യ ശിഷ്യരെയും അടുത്ത കാട്ടിലെ മറ്റൊരു കാട്ടിലെ വേടന്മാരുടെ അരികിൽ കൊണ്ടെത്തിച്ചു. കാരണം ഇവർ മൈസൂരിലേക്ക് പോവുകയില്ല, മൈസൂർ എത്തിയിട്ടില്ല, കർണാടക ബോർഡറിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അങ്ങനെ അവിടുത്തെ അവിടുത്തെ ആ ആദിവാസി ഗോത്രക്കാര് ഇദ്ദേഹത്തിന് അവർക്ക് പരിചയമുള്ള ഒരു എന്താ പറയാ, കാടിനോട് ചേർന്ന ഗ്രാമത്തിലെ ഒരു ബ്രാഹ്മണ കുടുംബത്തിലേക്ക് രാമാനുജാചാര്യ കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് അവർ നല്ല രീതിയിൽ ആഹാരം, കാരണം അദ്ദേഹം ബ്രാഹ്മണനാണ്, വൈഷ്ണവനാണ്, അപ്പോൾ നല്ല ആഹാരം കഴിപ്പിക്കാം എന്ന് വിചാരിച്ചാണ് അവിടെ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുവച്ചെന്ന് പറയും, ഇങ്ങനെ ഒരു വൈഷ്ണവ ആചാര്യനാണ്, ആഹാരമൊക്കെ കൊടുക്കണമെന്ന് പറയും. അപ്പോൾ അവിടുത്തെ എന്താണ് വീട്ടിലൊരു പെൺകുട്ടിയുണ്ട്. അവളുടെ പേര് കൊങ്കു പിരട്ടി. കൊങ്കു പിരട്ടി. അവൾക്കറിയില്ല വന്നത് രാമാനുജാചാര്യരാണെന്ന്. ഇവരെല്ലാം ശ്രീരംഗത്ത് നിന്ന് വന്നവരാണെന്ന് അറിഞ്ഞതും അവൾ തന്റെ കഥ ഇവരോട് പറയാൻ തുടങ്ങി. ഇവിടെ ഈ ഇന്ന് നിലവിൽ താമസിച്ചിരിക്കുന്ന ഈ സ്ഥലത്ത് മഴയില്ലാതെ വരൾച്ച ബാധിച്ച സമയം ഞാൻ ശ്രീരംഗത്ത് വന്ന് കുറച്ച് വർഷം താമസിച്ചിരുന്നു. അന്ന് രാമാനുജാചാര്യർ എന്ന സന്യാസി എനിക്ക് ഉപദേശം തന്നിരുന്നു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞതും ഞാൻ എല്ലാം മറന്നുപോയി. തിരിച്ച് വീണ്ടും എനിക്ക് ഉപദേശം തരണമെന്നും അന്ന് ഉപദേശിച്ചതൊക്കെ ഞാൻ മറന്നുപോയി എന്നും രാമാനുജാചാര്യരെ ആ കാലത്ത് തന്നെ കണ്ട് പറഞ്ഞപ്പോൾ നിനക്ക് ഓർമ്മ കുറവ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എൻ്റെ ഉപദേശങ്ങൾ നീ ഒന്നും നോക്കണ്ട, മറിച്ച് എപ്പോഴും എൻ്റെ സ്മരണയും എൻ്റെ പാദുകങ്ങളിൽ പൂജ ചെയ്താലും മാത്രം മതി, നിനക്ക് സദ്ഗതി കിട്ടുമെന്ന് അന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആ രാമാനുജാചാര്യരുടെ ആ പാദുകങ്ങൾ വെച്ച് ഞാൻ പൂജിക്കുകയാണ്. എൻ്റെ പൂജാമുറിയിൽ ഇവിടെയുണ്ട്. ദിവസവും രാവിലെയും വൈകുന്നേരം ഞാൻ രാമാനുജ പൂജ ചെയ്യുന്നുണ്ട് എന്ന് ആര് പറയുന്നു? ഈ കൊങ്കുപിരട്ടി എന്ന പെൺകുട്ടി പറഞ്ഞു. അപ്പോ ഇതാ ഇരിക്കുന്നു നീ ആരാധിക്കുന്ന രാമാനുജാചാര്യർ, ഈ ഇരിക്കുന്നതാണ് നീ ആരാധിക്കുന്ന രാമാനുജാചാര്യർ എന്ന് പറഞ്ഞപ്പോ, അതെന്താ ഇങ്ങനെ വെള്ള വസ്ത്രമൊക്കെ, അന്ന് ഞാൻ കണ്ടപ്പോ കാവ്യ വസ്ത്രവും കയ്യിൽ ത്രിദണ്ഡവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും. അപ്പോ പറയും, ചോഴ രാജാവിൽ നിന്നും അദ്ദേഹത്തിന്റെ രക്ഷപ്പെടാനായിട്ട് വെള്ള വസ്ത്രം ധരിച്ച് ഇങ്ങനെ വന്നതാണ്. അപ്പോ രാമാനുജാചാര്യരെ കാട്ടിക്കൊടുത്തതും കൊങ്കു പുരട്ടിക്ക് കണ്ണിൽ കൂടി ഇങ്ങനെ മടമടാന്ന് കണ്ണീരൊഴി വന്നു. അങ്ങനെ അവൾ ആ പാദപങ്കജത്തെ മൊത്തം കണ്ണീര് കൊണ്ട് കഴുകി തുടച്ചു. ആ ഗുരുവിനെയും ശിഷ്യരെയൊക്കെ നല്ല അതിസമൃദ്ധമായ ആ കാലത്ത് അവിടെ കിട്ടാവുന്ന വിഭവങ്ങൾ വെച്ച് നല്ലൊരു ഫീസ്റ്റ് അറേഞ്ച് ചെയ്തു. അങ്ങനെ രാമാനുജാചാര്യന്മാർ ശിഷ്യർക്കും എല്ലാം എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഒരു വ്യത്യസ്തമായി നല്ലൊരു സദ്യ കഴിക്കാനുള്ള ഒരു അവസരം തുറന്നു കിട്ടി. അവിടെ ഒരു ദിവസം തങ്ങിയതിന് ശേഷം രാമാനുജാചാര്യർ പറഞ്ഞു, എനിക്ക് പോകണം, എനിക്ക് ഇവിടെ നിന്നാൽ പറ്റില്ല. കാരണം ഈ രണ്ടാം കുലോത്തുംഗ ചോഴന്റെ ആൾക്കാർ ആ കള്ളമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ പിടിക്കാനായിട്ട് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞ് അദ്ദേഹം മേർക്കുമല വഴി കർണാടകയിലേക്ക് തിരിച്ചു. അങ്ങനെ പോകുന്ന വഴിക്ക് രാമനാഥപുരത്ത് അവരെത്തി. രാമനാഥപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെ എത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു അദ്വൈത ചിന്തകനായ ആചാര്യൻ, ഇദ്ദേഹം തോൽപ്പിച്ചു. രാമാനുജാചാര്യർ തർക്കത്തിൽ തോൽപ്പിച്ചു. എന്നിട്ട് അടുത്ത മിഥിലാപുരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അതും കർണാടകയിലുള്ള സ്ഥലമാണ്, അവിടെയുള്ള നാട്ടുകാർക്ക് ഇദ്ദേഹം അദ്വൈത ആചാര്യന്മാരെയൊക്കെ തോൽപ്പിച്ചതിൽ
ചെറിയ ഒരു ദേഷ്യം രാമാനുജാചാര്യരോട് ഉണ്ടായിരുന്നു. അവരൊക്കെ അദ്വൈത ചിന്തകരായിരുന്നു. അതിൻ്റെതായ ഒരു പക അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ആ പക ഉണ്ടെന്ന് മനസ്സിലാക്കിയ രാമാനുജാചാര്യർ തൻ്റെ സഹോദരി പുത്രനായ പറഞ്ഞു വിട്ടിട്ട് അവിടെ ജലം ഊറി വരുന്ന ഒരു ചെറിയ ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് കാല് നനച്ച് വരാൻ പറയും. അപ്പം മുതലേ അണ്ടൻ അല്ലെങ്കിൽ സഹോദരി പുത്രൻ നേരെ അവിടെ ചെന്നിട്ട് ആ ഉറവയുടെ മൂട്ടില് കാല് നനയ്ക്കും. പെട്ടെന്നൊരു അതിശയമുണ്ടാവും. ആ സ്ഥലത്ത് മൊത്തം 100 കണക്കിന് ഉറവകൾ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. അപ്പൊ ഇവർക്ക് ജലക്ഷാമം വളരെ രൂക്ഷമായിരുന്നു ഈ മിഥിലാപുരിയിലെ ആൾക്കാർക്ക്. അവർക്ക് ഒരു കുളമോ നദിയോ ഒന്നും ആ ഭാഗത്തില്ല. അപ്പോ ഇവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ആ സ്ഥലം മുഴുവൻ നീരുറവകൾ പൊട്ടുകയും അവിടെ നിന്നെല്ലാം വെള്ളം കുതിച്ചു ചാടുകയും ആ സ്ഥലം തന്നെ വലിയൊരു കുളമായിട്ട് മാറുകയും ചെയ്തു. ഇതെല്ലാം ഈ പറയുന്ന ആൾക്കാർ അവിടുത്തെ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അവർക്ക് ഭയങ്കര അതിശയമായി, അവർക്ക് ഭയങ്കര സന്തോഷമായി. എന്തായാലും രാമാനുജാചാര്യരുടെ ഒരു ശിഷ്യൻ വന്ന് ഇവിടെ ഒരു കുളം തന്നെ, കുഴിക്കാണ്ട് തന്നെ ഒരു കുളം അവർക്ക് കിട്ടിയതിൽ വളരെ സന്തോഷിച്ചു. അങ്ങനെ അവരെല്ലാം വന്നിട്ട് രാമാനുജാചാര്യരെ കണ്ട് നമസ്കരിച്ചു. അവര് ക്ഷമായാചനമൊക്കെ ചെയ്തു. ഈ മിഥിലാപുരി ഗ്രാമത്തിന് സാളഗ്രാമം എന്ന് രാമാനുജാചാര്യർ പേരുമിട്ടു. നേപ്പാളിലും ഇങ്ങനെ ഒരു ഗ്രാമമുണ്ട്. അവിടെ ഈ മിഥിലാപുരിയിൽ അല്ലെങ്കിൽ ഈ സാളഗ്രാമം എന്ന ഗ്രാമത്തിൽ രാമാനുജാചാര്യർ കഴിയുന്ന സമയം വടുക നമ്പി എന്ന ഒരാൾ ഇദ്ദേഹത്തിന്റെ ശിഷ്യനായി. പിൽക്കാലത്ത് രാമാനുജാചാര്യർക്ക് ദിവസവും പാല് കാച്ചി കൊടുക്കുന്ന ആ ഒരു ഡ്യൂട്ടി ഇദ്ദേഹമാണ് ചെയ്തിരുന്നത്. കിടാമ്പി ആച്ചാൻ അദ്ദേഹത്തിന് വേണ്ട ആഹാരങ്ങളെല്ലാം പാചകം ചെയ്യുമ്പോൾ മടപ്പള്ളിയിലെ ഒരു ഭാഗത്ത് ഇദ്ദേഹത്തിന് രാമാനുജാചാര്യർക്ക് രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒരു ഗ്ലാസ് പാല് വീതം ചൂടാക്കി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അത് നിവേദിച്ച് കൊടുക്കുന്ന ഒരു ഡ്യൂട്ടി വടുക നമ്പിയുടേതായിരുന്നു. വടുക നമ്പിക്ക് ഗുരുവിനേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല. ഗുരു പറയാണ് പെരുമാൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്, ഇനി ഗുരു നാളെ പെരുമാൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അത്ര വിശ്വാസം ആരിലുണ്ടായിരുന്നു? രാമാനുജാചാര്യരിലുണ്ടായിരുന്നു. അത്ര വലിയ ഗുരുഭക്തിയാണ് അദ്ദേഹത്തിന്. ഗുരു കഴിഞ്ഞിട്ടേ ഉള്ളൂ പെരുമാൾ പോലും. അങ്ങനെ കുറച്ചു കാലം രാമാനുജാചാര്യർ മിഥിലാപുരിയിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും മൈസൂർ കാട് കടന്നു പോകുന്ന സമയം തൊണ്ടന്നൂർ എന്ന ഗ്രാമത്തിലെത്തുന്നു. തൊണ്ടന്നൂർ അവിടം ഭരിച്ചിരുന്ന രാജാവാണ് വിട്ടിലദേവരായർ. ഇദ്ദേഹം വലിയ ജൈന രാജാവാണ്. ജൈന മതത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം അവിടെ ഭരിച്ചിരുന്ന രാജാവാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മകൾക്ക് ഭ്രാന്തിന്റെ അസുഖം ഉണ്ടായിരുന്നു. നിന്ന നിൽപ്പിന് വസ്ത്രമെല്ലാം വലിച്ചു കീറി വലിച്ചെറിഞ്ഞ് നഗ്നയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്ന് ഓടുന്നത്, നിലവിളിക്കുന്നത്, ചിരിക്കും, പൊട്ടിച്ചിരിക്കും, ചില സമയത്ത് അടിച്ച് തകർക്കും. ഇങ്ങനെ ഭ്രാന്ത് ആ കുട്ടിക്കുണ്ടായിരുന്നു. പല പല വൈദ്യന്മാരെ എല്ലാം കൊണ്ടുവന്ന് ചികിത്സ നടത്തിയെങ്കിലും ഈ കുട്ടിക്ക് ഒരു മാറ്റം ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആരോ പറഞ്ഞത്, രാമാനുജാചാര്യൻ എന്ന് പറയുന്ന ആചാര്യൻ അദ്ദേഹം ശ്രീരംഗത്ത് നിന്നും വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനെ കാണിച്ചാൽ ഉറപ്പായിട്ട് ഈ കുട്ടിയുടെ അസുഖം മാറ്റും, അദ്ദേഹം സാധാരണ ഒരു വ്യക്തിത്വമല്ല എന്നൊക്കെ പറഞ്ഞ് രാജാവ് എന്ത് ചെയ്യുന്നു? രാമാനുജാചാര്യരെ പറ്റി അറിഞ്ഞ രാജാവ് രാമാനുജാചാര്യരെ അരമനയിലേക്ക് അല്ലെങ്കിൽ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആളെ അയച്ചു. അങ്ങനെ രാമാനുജാചാര്യരും ശിഷ്യരും കൊട്ടാരത്തിലെത്തി. തൻ്റെ മുന്നിലെത്തിയ രാമാനുജാചാര്യ രാജാവ് വളരെയധികം സ്നേഹത്തോടെ, ഒരു വിശ്വാസത്തോടെ, ഒരു പ്രതീക്ഷയോടെ സ്വീകരിച്ചു. അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ നല്ല ഫീസ്റ്റ് എല്ലാം കൊടുത്ത് എന്നിട്ട് പറയും, എൻ്റെ മകൾക്ക് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്, ഭ്രാന്താണ്, നിന്നും നെപ്പില് അവൾ എന്തൊക്കെയോ ഒക്കെ കാണിക്കും. അപ്പം എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. അപ്പം അങ്ങ് വിചാരിച്ചാൽ എൻ്റെ മകളുടെ അസുഖം മാറുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അങ്ങ് എൻ്റെ മകളെ രക്ഷിക്കണം എന്ന് രാജാവ് രാമാനുജാചാര്യരോട് പറയും. അപ്പോൾ രാമാനുജാചാര്യര് അവളെ ഇനി കൊണ്ടുവരൂ എന്ന് പറയും. അങ്ങനെ രാജാവ് മകളെ കൊണ്ടുവരും. രാമാനുജാചാര്യർ അപ്പോഴും തന്നെ തൻ്റെ പാദം ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ കുറച്ച് വെള്ളം എടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് പറയും, ഇതൊന്ന് കഴിക്കാൻ പറയും. അങ്ങനെ ആ പാദതീർത്ഥം അവൾ കഴിച്ചതും അവൾ ഭ്രാന്തെല്ലാം മാറി. ഞാൻ എന്താണ്
ഞാൻ എങ്ങനെയാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ആ അമ്മയുടെ അരികിലേക്കും അച്ഛൻ്റെ അരികിലേക്കും ഓടി. അപ്പോൾ സ്വബോധം വന്നു. അവളുടെ ദേഹമെല്ലാം വസ്ത്രങ്ങളെല്ലാം സ്വയം വലിച്ചു കീറി എറിഞ്ഞിട്ട് നിൽക്കുകയാണ്. വായിൽ കൂടെയൊക്കെ ഇങ്ങനെ ചാളുകയൊക്കെ ഒലിച്ച് ദേഹം മുഴുവൻ അഴുക്കെല്ലാം പുരണ്ട് ഒരു ഭീകരമായ അവസ്ഥയിൽ നിൽക്കുന്ന ആ കുട്ടിക്ക് ഞാനെന്ത് ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് അപ്പം അവർക്ക് മനസ്സിലായി ഈ കുട്ടിയുടെ അസുഖം എല്ലാം പൂർണ്ണമായിട്ട് മാറിയെന്ന്. അങ്ങനെ അന്നു മുതൽ ആ കുട്ടി ഭ്രാന്തെല്ലാം മാറി വളരെ നല്ല മിടുക്കിയായിട്ട് മാറി. രാജാവിനാണെങ്കിൽ ഇതിൽ പരം ഒരു സന്തോഷമില്ല. കാരണം അദ്ദേഹം എന്തെല്ലാം വിധത്തിലുള്ള ചികിത്സകളൊക്കെ നോക്കിയോ അതെല്ലാം പരാജയപ്പെടുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് രാമാനുജാചാര്യർ തൻ്റെ മകളുടെ ഭ്രാന്തിനെ മാറ്റിയിരിക്കുന്നു. അളവില്ലാത്ത സന്തോഷം രാജാവ് വിട്ടലദേവന്. അങ്ങനെ രാമാനുജ തിരുവടികളാണ് എനിക്ക് മുഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് രാജാവ് രാമാനുജാചാര്യരുടെ പാദങ്ങളിൽ വീണ് എന്നെ ശിഷ്യനാക്കണമേ എന്ന് അഭ്യർത്ഥിക്കും. അങ്ങനെ വിഷ്ണുവർദ്ധനൻ എന്ന ദീശാനാമം നൽകിക്കൊണ്ട് രാജാവിനെ തൻ്റെ ശിഷ്യനായിട്ട് രാമാനുജാചാര്യർ സ്വീകരിക്കുന്നു. അങ്ങനെ രാജാവ് എന്താണ് ഈ ജൈനമതം ഉപേക്ഷിച്ച് സനാതന ധർമ്മത്തിലേക്ക് പോയെന്ന് അറിഞ്ഞ 12,000 ജൈനന്മാർ അവർക്ക് ഭയങ്കര ദേഷ്യം വന്നു. അവര് രാമാനുജാചാര്യർ തിരിച്ച് കൊട്ടാരം വിട്ട് താൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ ഇവരെല്ലാവരും കൂടെ വലിയ പട പോലെ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് ദേഷ്യത്തോടെ നിങ്ങൾ എന്താണ് കാണിച്ചത്? നിങ്ങൾ നമ്മുടെ രാജാവിനെ മതം മാറ്റാൻ വന്നതാണോ? എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ മാറ്റാൻ പറ്റില്ല, ഞങ്ങൾ അങ്ങനെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും അങ്ങോട്ട് ചെന്ന് മതം മാറ്റിയതല്ല, എൻ്റെ ഉദ്ദേശവും അതല്ല. അദ്ദേഹം എൻ്റെ ശിഷ്യനായിട്ട് അദ്ദേഹം എനിക്ക് സനാതന ധർമ്മത്തിലേക്ക് വന്നതാണ്. ഞാൻ ഒരാളെയും ഞാൻ അങ്ങോട്ട് പോയി മതം മാറ്റുന്നില്ല. എന്നെ ശരണം പ്രാപിച്ചാൽ ഞാൻ അവർക്ക് ശരിയായ പാത തുറന്നു കൊടുക്കും. അതെൻ്റെ ഡ്യൂട്ടിയാണ്, അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ കിടന്ന് ബഹളം വെച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ എന്നെ എന്തോ ചെയ്താലും അതുകൊണ്ട് ഒന്നും ഈ പറയുന്ന നടക്കാനുള്ളതെല്ലാം നടന്നിരിക്കും. അത് നിങ്ങൾ വിചാരിക്കും പോലെയൊന്നും അല്ല, ഇതൊക്കെ ഈശ്വര നിശ്ചയമാണെന്നൊക്കെ അദ്ദേഹം പറയും. അപ്പോൾ അവർ പറയും, എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾക്ക് കുറേ ചോദ്യങ്ങളും സംശയങ്ങളൊക്കെ ഉണ്ട്, ആ സംശയങ്ങൾക്ക് നിവാരണം നിങ്ങൾ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് അവരെല്ലാം ചുറ്റിലും നിൽക്കും. അപ്പോൾ രാമാനുജാചാര്യ പറയും, ശരി, നിങ്ങൾ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോളൂ. നിങ്ങൾക്ക് അനുയോജ്യമായ ഉത്തരം, നിങ്ങൾക്ക് തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം ഞാൻ പറയുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ വിട്ടാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ വിടണ്ട എന്ന് പറയും. എന്നിട്ട് ശിഷ്യരെ കൊണ്ട് രാമാനുജാചാര്യർ തനിക്കും ഈ വന്ന ആയിരക്കണക്കിന് ആൾക്കാർക്കും ഇടയ്ക്ക് ഒരു വെള്ള തുണി വിരിക്കും. അവർ രണ്ടുപേരും അങ്ങോട്ടും ചുറ്റും കാണില്ല. എന്നിട്ട് അപ്പുറവും ഇപ്പുറമായിട്ട് ഇരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? രാമാനുജാചാര്യർ പറയും, ശരി, നിങ്ങൾ ചോദ്യം ചോദിച്ചോളൂ എന്ന് പറയും. ഇവർ ചോദ്യം ചോദിക്കുന്നതും ആ വെള്ള തുണിയിൽ 1000 ഫണങ്ങളുള്ള ആദിശേഷൻ പ്രത്യക്ഷപ്പെടും. ആദിശേഷനാണ് അതിൻ്റെ ഉത്തരമെല്ലാം കൊടുക്കുന്നത്. ഇവർ ഒരു ഞെട്ടും. ആര്? ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സംഭവങ്ങളാണ്. ഓരോ ചോദ്യത്തിനും അതിഗഹനവും വളരെ ലളിതവുമായ രീതിയിലുള്ള ഉത്തരങ്ങൾ ആദിശേഷനായിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് രാമാനുജാചാര്യർ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഇത് കണ്ട് അവര് പേടിച്ചു പോയി. സത്യം പറഞ്ഞാൽ അവർ പേടിച്ച് വിറച്ച് ഈ 12,000 ജൈനരും രാമാനുജാചാര്യരുടെ പാദങ്ങളിൽ വീണ് ശിഷ്യരാവും. ആലോചിച്ച് നോക്കണം. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ജൈന മഠം തന്നെ അവർ തന്നെ സ്വയം പൊളിച്ച് അവിടെ സ്വയം വലിയൊരു കുളം കുഴിക്കും. ഇന്നും അവിടെ ആ കുളമുണ്ട്. തൊണ്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കർണാടകയിൽ. ഇന്നും നിങ്ങൾക്ക് പോയാൽ ഇത് കാണാം. എന്ന് മാത്രമല്ല, തൊണ്ടന്നൂരിൽ നമ്പിനാരായണ ക്ഷേത്രത്തിൽ 1000 തലയുള്ള ആദിശേഷ വിഗ്രഹത്തിന് താഴെ രാമാനുജ വിഗ്രഹവും നമുക്ക് കാണാൻ കഴിയും. ഇന്നും 1000 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അവിടെ ഇതുണ്ട്. പിന്നെ ഈ കുളത്തിൽ കുളിച്ചിട്ടാണ് രാമാനുജാചാര്യ ദിവസവും പൂജ ചെയ്തിരുന്നത്. അങ്ങനെ കുളത്തിന് നേരെ എതിരെയായിട്ട് അകലെ വലിയൊരു മലയുണ്ട്. ആ മലയുടെ പേര് യദുഗിരി മല എന്നാണ്. ഈ വലിയ മല കയറിയാൽ മലയ്ക്ക് അപ്പുറത്ത് തിരുനാരായണപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ തിരുനാരായണ ക്ഷേത്രത്തിൽ അവിടെ ആരുണ്ട്? തിരുനാരായണ ഭഗവാൻ അവിടെ ഉണ്ട്. പണ്ടുണ്ടായിരുന്നു. വേദകാലം മുതലേ അങ്ങനെ ഒരു ക്ഷേത്രം ഉള്ളതാണ്. അപ്പോൾ ആ കാര്യമൊക്കെ രാമാനുജാചാര്യർ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ മലയൊക്കെ കയറി പോകാൻ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, നല്ല വയസ്സായി.
60 കഴിഞ്ഞു 70ലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ രാമാനുജാചാര്യർ പറഞ്ഞു, എനിക്ക് ഇത്രയും ദൂരെ ആ വലിയ മലയെല്ലാം കടന്ന് എങ്ങനെ പോകാൻ പറ്റും? ഭഗവാന്റെ അടുത്തെത്തി, പക്ഷേ എനിക്ക് ശരീരം സുഖം, ഈ കാട്ടിലൂടെയൊക്കെ എങ്ങനെ ഞാൻ പോകും എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഒരു ദിവസം രാമാനുജാചാര്യർ നോക്കിയപ്പോൾ ഗോപീചന്ദനം തീർന്നു. ഇന്നത്തെ പോലെ നമുക്ക് കടകളിൽ പോയാൽ ഗോപീചന്ദനം കിട്ടില്ല. ഇന്നിപ്പോൾ നമുക്ക് ഇസ്കോൺ സെന്ററുകളിൽ എവിടെ പോയാലും കിട്ടും, ചിലപ്പോൾ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ കിട്ടും. അന്ന് അങ്ങനെ ഈ ഗോപിചന്ദനം ഒരിടത്തു നിന്നും നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥയില്ല. അപ്പം എന്തു പറ്റി? അപ്പം ഈ ഇദ്ദേഹം എങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഗോപിചന്ദനം ഇല്ലാതെ നാമം ധരിക്കും എന്ന ചിന്തയോടുകൂടി രാമാനുജാചാര്യർ ഉറങ്ങാൻ കിടന്നു. സ്വപ്നത്തിൽ തിരുനാരായണ ക്ഷേത്രത്തിലെ പെരുമാൾ വന്നിട്ട് പറയും, എത്ര നാളായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു, നീ എന്തേ എൻ്റെ അരികിൽ വന്നിട്ടും ഇങ്ങോട്ട് വന്നില്ല? നീ വേഗം മല കയറി എൻ്റെ അരികിലേക്ക് വരൂ എന്ന് ആര് പറഞ്ഞു? തിരുനാരായണ പെരുമാൾ പറഞ്ഞു. അത് മാത്രമല്ല, നിനക്ക് ഗോപിചന്ദനം തീർന്നിരിക്കുകയല്ലേ, നീ അവിടെ വരൂ, നിനക്ക് അവിടെ നല്ല സുന്ദരമായ ഗോപിചന്ദനം ഞാൻ തരാം, അവിടെ അതുമുണ്ട് എല്ലാം ഉണ്ട്, നീ വന്നാ മതി എന്ന് ആര്? ഭഗവാൻ മനസ്വപ്നത്തിൽ രാമാനുജാചാര്യരുടെ അടുത്ത് പറഞ്ഞു. അപ്പോ എന്താണ് രാമാനുജാചാര്യർ ആ മല കടന്ന് തിരുനാരായണപുരത്തിലേക്ക് പോകണം. അപ്പോൾ അതിന് അദ്ദേഹം ഇങ്ങനെ പോകാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ രാജാ വിഷ്ണുവർദ്ധനൻ എന്ത് ചെയ്യും? തൻ്റെ ആൾക്കാരെ കൊണ്ട് രാമാനുജാചാര്യർക്ക് സുഖമായിട്ട് പോകാനുള്ള പാത ആ കൊടുങ്കാട്ടിൽ വെട്ടി റെഡിയാക്കി കൊടുത്തു. അപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ രാമാനുജാചാര്യർ തിരുനാരായണപുരം ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം ഉണ്ടായിരുന്ന സ്ഥലത്തെത്തി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അവിടെ ക്ഷേത്രം ഇപ്പോൾ കാണാനില്ല എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ തിരുനാരായണപുരത്ത് മുമ്പ് തിരുനാരായണ പെരുമാൾ ക്ഷേത്രം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കാണുന്നില്ലല്ലോ എന്ന് രാമാനുജാചാര്യർ ചിന്തിച്ചു. അപ്പോൾ പിൽക്കാലത്ത് എപ്പോഴോ പ്രകൃതി ദുരന്തങ്ങളിലായോ മണ്ണൊലിപ്പോ നമ്മളെ ചൂരൽമലയിലൊക്കെ അറിയാലോ, ഇരുന്ന വീടുകളും സ്ഥലങ്ങളും ഒക്കെ അപ്രത്യക്ഷമായി പോയി. അതുപോലെ എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങളിൽ പെട്ട് പല കാരണങ്ങളാൽ അല്ലെങ്കിൽ ആരും സംരക്ഷിക്കാതെയൊക്കെ അമ്പലം നശിച്ചു പോയതായിരിക്കുമോ എന്ന് രാമാനുജാചാര്യർ ചിന്തിച്ചു. അപ്പോ തിരുനാരായണപുരത്തെത്തിയ രാമാനുജാചാര്യർ ക്ഷേത്രത്തെയും പെരുമാളിനെയും കാണാത്തതിൽ വളരെയധികം വിഷമിച്ചു. അപ്പോ പെട്ടെന്നൊരു അശരീരി രാമാനുജാചാര്യർക്ക് കേട്ടു. ഇവിടെ കല്യാണി സരസിന് കരയിൽ വലിയ ഒരു ഇലഞ്ഞി മരമുണ്ട്, ആ മരച്ചുവട്ടിലെ പൊത്തിൽ ഞാനുണ്ട്, നിനക്ക് എന്നെ അതിൽ കാണാൻ പറ്റും എന്ന് ഭഗവാൻ ഒരു അശരീരിയായിട്ട് ഇങ്ങനെ ഒരു മുഴക്കമായിട്ട് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റി. അപ്പൊ അദ്ദേഹം ഉടൻ തന്നെ ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു, ആ ഇലഞ്ഞി മരം നിൽക്കുന്നില്ലേ, അതിന്റെ ചുവട്ടില് ഒരു പൊത്തുണ്ടെന്ന് പറയുന്നു, നിങ്ങൾ പെട്ടെന്ന് പോയി നോക്കൂ, അതിനകത്ത് പൊത്തുണ്ടെങ്കിൽ അതിനകത്ത് ഭഗവാനുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ശിഷ്യന്മാർ ഓടി അവിടെ ചെന്ന് നോക്കിയപ്പോൾ ശരി തന്നെ, ഒരു വലിയ പൊത്ത്. പണ്ട് നമ്മുടെ മാർത്താണ്ഡവർമ്മ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഇന്നിരിക്കുന്ന ഭാഗത്ത് ഒരു വലിയ മരം, പ്ലാവിന്റെ അമ്മച്ചി പ്ലാവ് എന്ന് പറയും, ആ പ്ലാവിന്റെ പൊത്തിൽ ഇരുന്നാണ് 8 വീട്ട് പിള്ളമാരയച്ച ഇതാണ് ഭടന്മാരിൽ നിന്നും ജീവൻ രക്ഷിച്ചത്. അത് ഭഗവാൻ തന്നെ ആ പൊത്ത് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇരുന്നതിന് ശേഷം ജീവൻ രക്ഷ കിട്ടിയതിന് ശേഷം അദ്ദേഹം ഭഗവാൻ കൃഷ്ണനാണ് അല്ലെങ്കിൽ പത്മനാഭനാണ് വന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഭഗവാന് വേണ്ടി അവിടെ അമ്പലം പണിഞ്ഞതായിട്ടാണ് നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. അപ്പൊ അതുപോലെ ഇവിടെ ഈ പൊത്ത് ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ശരിയാണ്, ഒരു പൊത്തുണ്ട്. അങ്ങനെ അതിനകത്ത് നിന്ന് ഭഗവാന്റെ തിരുനാരായണ പെരുമാളിന്റെ മൂലവിഗ്രഹം കണ്ടെടുത്തു. അങ്ങനെ അദ്ദേഹം തന്നെ അതിനെ അവിടെ എല്ലാം ക്ലിയർ ചെയ്ത് ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തി രാജാ വിഷ്ണുവർദ്ധനനെ കൊണ്ട് ഒരു വലിയൊരു മനോഹരമായ ക്ഷേത്രവും അവിടെ പണി കഴിപ്പിച്ചു. ആ ക്ഷേത്രമാണ് ഇന്ന് നമ്മളെ മേൽക്കോട്ടയിൽ ഇന്ന് കാണുന്ന തിരുനാരായണ പെരുമാൾ ശ്രീകോവിൽ പെരുമാൾ ക്ഷേത്രം. ഇന്ന് നമ്മൾ അവിടെ പോയാൽ കാണാം. അങ്ങനെ തിരുനാരായണ പെരുമാളുടെ മൂലവിഗ്രഹവും കിട്ടി. അദ്ദേഹത്തിന് ധരിക്കാൻ ഗോപീചന്ദനം ഇഷ്ടം പോലെ ഗോപീചന്ദനം ഉണ്ടായിരുന്നു. അതൊക്കെ ശിഷ്യന്മാർക്ക് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അവരെല്ലാം സംഭരിച്ചു. എന്നിട്ട് ക്ഷേത്രം പ്രതിഷ്ഠയും പണിയെല്ലാം പൂർത്തിയായി. അപ്പോൾ രാമാനുജാചാര്യർ ക്ഷേത്രത്തിന് ഉത്സവവും നടത്തണം. അങ്ങനെ അതിനെപ്പറ്റി ചിന്തിച്ചു.
അദ്ദേഹം അതിന് വേണ്ടതായ കാര്യങ്ങൾ ഒരുക്കുന്നതിന് സമീപ സ്ഥലത്തേക്ക് പോയ സമയത്ത് എന്ത് നടക്കുന്നു? മുഗളന്മാരായിട്ടുള്ള ഡൽഹി ഭരിക്കുന്ന മുഗളന്മാര്, അതിലെ ഒരു രാജാവ് ഈ ക്ഷേത്രം കൊള്ളയടിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഭഗവാന്റെ ഈ എന്താണ് സ്വർണത്തിലുള്ള എന്താ പ്രദക്ഷിണം, പുറത്ത് ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണത്തിനും ശ്രീവേലിക്കൊക്കെ കൊണ്ടുപോകുന്ന ഭഗവാന്റെ രാമപ്രിയർ എന്നുള്ള ഉത്സവമൂർത്തി, ആ വിഗ്രഹത്തെയും ആഭരണങ്ങളെയും പണത്തെയും ഒക്കെ കൊള്ളയടിച്ചിട്ട് ആര് പോയി? മുഗളന്മാര് കൊണ്ടുപോയി. രാമാനുജാചാര്യർ തിരിച്ച് നാട്ടിൽ വന്നപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. തൻ്റെ ഭഗവാനെ ഇങ്ങനെ മുഗള ചക്രവർത്തി വന്ന് കൊണ്ടുപോയതിൽ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. ക്ഷേത്രം കൊള്ളയടിച്ചതിൽ വല്ലാത്ത വിഷമമായി. അങ്ങനെ അദ്ദേഹം എന്തായാലും രാജാവ് പറയും, ഞാൻ ഇയാൾ വന്നതും ഇങ്ങനെയൊക്കെ ചെയ്തു അറിഞ്ഞില്ല, എന്തായാലും ക്ഷേത്രത്തിലുള്ള കേടുപാടൊക്കെ ഞാൻ തീർക്കാം, പൈസയും ഞാൻ തരാം, ആഭരണങ്ങളും ഞാൻ ഭഗവാൻ ഒരുക്കാം, പക്ഷെ വിഗ്രഹത്തിന് എന്ത് ചെയ്യും? അപ്പോ രാമാനുജാചാര്യ പറയും, എൻ്റെ രാമപ്രിയരെ ഞാൻ തന്നെ പോയി കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കർണാടകയിൽ നിന്നും നടന്ന് ഇവിടെ പോയി ഇന്നത്തെ ഡൽഹിയിൽ ചെന്നു. അവിടെ രാജകൊട്ടാരത്തിലെത്തി. അപ്പോ അന്നത്തെ സുൽത്താൻ ഇദ്ദേഹത്തിനെ സന്യാസിയായ രാമാനുജാചാര്യരെ കണ്ടപ്പോൾ ചോദിച്ചു, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ നിന്ന് കൊള്ള ചെയ്ത ആ ആഭരണവും പണവും ഒക്കെ അങ്ങ് എടുത്തുകൊള്ളു, പക്ഷെ അവിടെ ഇരുന്ന ഉത്സവമൂർത്തിയായ രാമപ്രിയരെ എനിക്ക് തരണം എന്ന് ആര് പറയും? രാമാനുജാചാര്യർ പറഞ്ഞു. അപ്പോ എന്തോ അദ്ദേഹത്തിന്, ആ രാജാവിന് അപ്പോ ഒരു മനസ്സിൽ നന്മ തോന്നിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇത്രയും വയസ്സായ ആള് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം നടന്നു വന്നത് കണ്ടത് കൊണ്ടാകാം, എന്താണെന്ന് അറിയില്ല. ശരി, നിങ്ങൾ എൻ്റെ ഗോഡൌണിൽ കയറി നോക്കിക്കൊള്ളൂ, നിങ്ങളുടെ വിഗ്രഹം അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊള്ളൂ എന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ രാമാനുജാചാര്യർ ഭടനോടൊപ്പം അവരുടെ ഗോഡൌണിലേക്ക് കയറി നോക്കിയപ്പോൾ ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ, പല പല ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ, ഗണപതി, ശിവൻ, അയ്യപ്പൻ, മുരുകൻ, ദേവി എല്ലാം ഉണ്ട്. കൃഷ്ണന്റെ, വിഷ്ണുവിന്റെ ഒക്കെ വിഗ്രഹങ്ങൾ കിടപ്പുണ്ട്. കൂടാതെ അവിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ആഭരണങ്ങൾ, മാലകൾ എല്ലാം കിടപ്പുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. രാമാനുജാചാര്യ എല്ലാം പരിശോധിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറയും, ഞാൻ നോക്കിയതിൽ കാണുന്നില്ല, പക്ഷെ അങ്ങാണ് വന്ന് കൊണ്ടുവന്നതെന്ന് എനിക്കറിയാം എന്ന് പറയും. അപ്പോൾ സുൽത്താൻ പറയും, ഓ ശരിയാണ്, എൻ്റെ മകൾ ഇതിൽ നിന്ന് കളിക്കാൻ വേണ്ടി ചില വിഗ്രഹങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. അവൾക്ക് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്ന സമയത്ത് കൂടെ കളിക്കാനായിട്ട് ഈ വിഗ്രഹങ്ങളൊക്കെയാണ് എടുത്തുകൊണ്ട് പോണത്. അപ്പൊ അതിൽ ഇനി വല്ലതും ഉണ്ടോന്ന് അറിയില്ല, വരൂ നമുക്ക് അകത്തേക്ക് പോകാന്ന് പറഞ്ഞ് വിളിച്ച് അന്തഃപുരത്തിനകത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ എന്ത് പറ്റുന്നു? ഒരു മൂലയ്ക്ക് രാമപ്രിയരെ ഇരിക്കുന്നു. അതിന്റെ മുമ്പിൽ ഈ കുട്ടിയുടെ പേര് ബീബി നാച്ചിയാർ. ഈ കുട്ടി കളിക്കുകയാണ്. എന്നിട്ട് അതിനെ ഒരുക്കി കരിയൊക്കെ എഴുതി കൊടുത്ത് പൊട്ടൊക്കെ ഇട്ട് പാവാടയെ കുടിപ്പിച്ച് ഒരാളായിട്ട് കരുതി അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അലങ്കാരമൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ് കുട്ടി കളിക്കുന്നത്. അപ്പോൾ രാമാനുജർ നോക്കിയപ്പോൾ, അയ്യോ, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ മൂർത്തിയെ അവിടെ കാണുന്നു. അങ്ങനെ ഇത് തന്നെയെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട്, ഈ ശബ്ദം കേട്ട് ആ പെൺകുട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കാവ്യവസ്ത്രധാരി നിൽക്കുന്നു, കൂടെ തൻ്റെ ബാപ്പ നിൽക്കുന്നു. എന്ത് ബാപ്പ എന്ന് ചോദിച്ചപ്പോൾ, ഇങ്ങനെ, മകളെ, അത് അദ്ദേഹത്തിന്റെ വിഗ്രഹമാണ്, അദ്ദേഹത്തിന്റെ വളരെ ഇഷ്ടപ്പെട്ട മൂർത്തിയാണ്, അദ്ദേഹത്തിന് തിരികെ വേണമെന്ന് പറഞ്ഞു വന്നതാണ് എന്ന് പറയുമ്പോൾ ഈ കുട്ടി പറയും, അയ്യോ, ഞാൻ കൊടുക്കൂല, എനിക്ക് വേണം, എനിക്ക് ഇത് ഈ വിഗ്രഹം ഇല്ലാതെ എനിക്ക് പറ്റില്ല, വേറെ ഏതെങ്കിലും വിഗ്രഹം കൊടുത്തോളൂ എന്ന് ഈ കുട്ടി പറയും. അപ്പോ പറയും, അങ്ങനെയല്ല, അദ്ദേഹത്തിന് അങ്ങനെ വേറെ വിഗ്രഹം കിട്ടിയിട്ട് കാര്യമില്ല, അദ്ദേഹം ഡെയിലി പൂജിച്ചുകൊണ്ടിരുന്ന വിഗ്രഹമാണ്, അദ്ദേഹത്തിന്റെ അമ്പലത്തിന് പ്രദക്ഷിണത്തിന് ശ്രീവേലിക്കും മറ്റും കൊണ്ടുപോകുന്ന വിഗ്രഹമാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലാത്തതുകൊണ്ടാണ്, അവർക്ക് അത്ര പ്രാധാന്യമുണ്ട്, കൊടുക്കും മോളെ, നിനക്ക് ഇഷ്ടം പോലെ വിഗ്രഹങ്ങൾ അതിനകത്ത് കിടപ്പുണ്ടല്ലോ, നിനക്ക് ആവശ്യമുള്ള എടുത്ത് കളിച്ചോ എന്നൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് കുട്ടി ഒരേ വാശി. പെട്ടെന്ന് രാമാനുജാചാര്യൻ ഈ വിഗ്രഹത്തിനെ നോക്കിയിട്ട് പറയും, എൻ്റെ ചെല്ലപ്പിള്ളേ, നീ ഇങ്ങോട്ട് വാ എന്ന് ആര് പറയും? രാമാനുജാചാര്യർ ആ വിഗ്രഹത്തെ നോക്കി പറയും. പെട്ടെന്ന് എല്ലാവരെയും അതിശയിപ്പിച്ചു കൊണ്ടൊരു സംഭവം നടക്കും. ഈ വിഗ്രഹം, കാലിൽ കൊലുസ്, കഴുത്തിൽ മാലയൊക്കെ ഇട്ട ആ വിഗ്രഹം
ചിൽ 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 എന്നുള്ള സൗണ്ടോട് കൂടി ഓടി രാമാനുജാചാര്യ അടുക്കിലേക്ക് ചെല്ലും. ആലോചിച്ച് നോക്കണം, ഒരു മെറ്റൽ ഒരു എന്താ പറയാ ലോഹം അത് വിഗ്രഹ രൂപത്തിൽ ഇരിക്കുകയാണ്. ഒരിക്കലും ചലിക്കാത്ത ഒരു സംഭവമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ ഇവിടെ ചലിച്ചിരിക്കുന്നു. വിഗ്രഹം തന്നെ ചലിച്ച് ഓടുന്നു. ഓടി വന്നിട്ട് രാമാനുജാചാര്യരുടെ മടിയിലേക്ക് ചാടിക്കയറുന്നു. ആര്? ഒരു കൊച്ചുകുട്ടിയെ, ഒരു തൻ്റെ പിതാവിനെ കണ്ടാൽ എങ്ങനെയാണ് അതുപോലെ. ഇത് കണ്ടപ്പോൾ ഈ കുട്ടി പേടിച്ചുപോയി. കാരണം ഇത്രയും ദിവസം ഈ കുട്ടി ഇത് വെച്ച് കളിച്ചിട്ട് ഇന്നോളം ഒരു അനക്കം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ട് കുട്ടിയുടെ മുമ്പിൽ വെച്ച് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഭടന്മാരുടെയും മന്ത്രിയുടെയും ഒക്കെ മുമ്പിൽ വെച്ച് അതിശയകരമായ രീതിയിൽ, ലോകത്തിന്നോളം നടന്നിട്ടില്ലാത്ത രീതിയിൽ ഒരു വിഗ്രഹം ചലിച്ചുകൊണ്ട് ഓടി രാമാനുജാചാര്യരുടെ മടിയിലേക്ക് ചാടിക്കയറുന്നു. രാമാനുജാചാര്യ എൻ്റെ ചെല്ല പിള്ളേന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തു. ആര്? രാമാനുജാചാര്യ. ഇതൊക്കെ കണ്ട് മുഗൾ രാജാവും ആ കുട്ടിയും ആ കുട്ടിയുടെ ഉമ്മയും എല്ലാവരും അന്തം വിട്ടു. രാമാനുജാചാര്യരുടെ ആ ഭക്തിക്ക് മുമ്പിൽ ചലിക്കാത്ത ആ മെറ്റൽ പോലും, ആ ലോഹം പോലും, ആ ലോഹ വിഗ്രഹം പോലും ചലിച്ചത് കണ്ട് ഇവർക്ക് ഭയങ്കര അതിശയവും അത്ഭുതവും ഒക്കെ ഉണ്ടാകുകയും പറയും, മോളെ നമുക്ക് വേണ്ട, ഇത് നിനക്ക് പറ്റില്ല, ഇത് എന്തോ നിനക്ക് നിനക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഇത്രയും ദിവസം ഇങ്ങനെയും സംഭവിക്കാത്ത, അല്ലെങ്കിൽ നീ പേടിച്ച് വിറച്ചു പോകാനൊക്കെ പറഞ്ഞ് അതോടുകൂടി കൊച്ചിന് പേടിയായി. കൊച്ചു പറഞ്ഞ ആരോ കൊണ്ടുപോട്ടെന്ന് പറഞ്ഞ് അങ്ങ് കൈവിട്ടു. അതെന്തായാലും അത് നല്ലതായി. കരയാതെ വലിയ കരച്ചിലും വിളിയൊന്നും ഇല്ലാതെ തന്നെ ആ രാമാനുജാചാര്യർക്ക് തൻ്റെ വിഗ്രഹമൂർത്തിയെ തിരിച്ചു കിട്ടി. അങ്ങനെ അതുമായിട്ട് അദ്ദേഹം തിരുക്കോട്ടയിലേക്ക് വരുന്ന സമയത്ത് വഴിയിൽ കുറെ കൊള്ളക്കാര് ഇദ്ദേഹത്തിനെ വളഞ്ഞു. അപ്പം നാളില്ലാത്ത സ്ഥലം നോക്കി ഇദ്ദേഹത്തിനെ എന്താണ് അടിച്ചു വീഴ്ത്തിയിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള അമൂല്യമായ ഈ വിഗ്രഹം, സ്വർണ്ണ വിഗ്രഹമാണല്ലോ, അപ്പൊ കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടു കൊടുത്താൽ നല്ല കാശ് കിട്ടും. ഇന്ന് നമ്മുടെ ശബരിമലയിലൊക്കെ സ്വർണ്ണവാതില് എല്ലാം പൊളിച്ചുകൊണ്ട് പോവുകയാണ് ആ ഒരു കാലഘട്ടം. അപ്പൊ അന്നത്തെ കാലം ആലോചിച്ച് പോണം. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന ആ വിഗ്രഹത്തിന് എങ്ങനെയെങ്കിലും തട്ടിപ്പറിച്ചെടുക്കണം എന്നുള്ള വിചാരത്തിൽ ഒരു മിണ്ടാതെ അദ്ദേഹത്തിനെ ഫോളോ ചെയ്ത് വരാൻ തുടങ്ങി. അപ്പോൾ രാമാനുജാചാര്യരുടെ ആ ബുദ്ധിയിൽ ഒരു കാര്യം തെളിഞ്ഞു. ഇവരാരും നല്ല ആൾക്കാരല്ല, തന്നെ എവിടെയെങ്കിലും വെച്ച് തീർത്തിട്ട് തൻ്റെ കയ്യിലുള്ള വിഗ്രഹത്തെ എടുക്കാനാണ് ഇവർ വരുന്നതെന്ന് മനസ്സിലാക്കിയ രാമാനുജാചാര്യർ ഒരിക്കൽ പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു കട കാണും. ആ കടയുടെ അടുത്ത് ചെല്ലുമ്പോൾ അന്നത്തെ കാലത്ത് അവരെയൊക്കെ ഏറ്റവും താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരായിരുന്നു അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ആൾക്കാരെ തീരെ കുറവുള്ള ഒരു ഏരിയയാണ്. അവർക്ക് വേണ്ടി ഒരു കട അവർ തന്നെ ഇട്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം നേരെ അവിടെ ചെന്നിട്ട് പറയും, എൻ്റെ പുറകെ കുറെ പേര് വരുന്നത് കണ്ടോ? അപ്പം ഞാൻ കണ്ടു, അവരെന്നെ കൊന്നിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന വിഗ്രഹം തട്ടിയെടുക്കാൻ വേണ്ടി വരികയാണ്, അപ്പം നിങ്ങളൊന്ന് സഹായിച്ചാൽ കൊള്ളാം എന്ന് പറയും. അപ്പോൾ അവർ പറയും, അനന്ത്, അയ്യോ കൊള്ളാം, അങ്ങേപോലെ ഒരു സന്യാസി വരികനെ സഹായിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവര് രാമാനുജാചാര്യർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കും. അങ്ങനെ ആ ആദിവാസികള് ഇവരെ രാമാനുജാചാര്യരുടെ കൂടെ നടന്ന് ഇദ്ദേഹം എവിടെ എത്തണോ ആ സ്ഥലം, അമ്പലത്തിലെത്തും വരെ ഇവർ കൂടെ ഉണ്ടായിരുന്നു. അത് കാരണം രാമാനുജാചാര്യർ അന്നത്തെ കാലത്ത് അവർക്ക് ക്ഷേത്ര ദർശനം, അന്ന് ക്ഷേത്ര ദർശനമൊന്നും ഇങ്ങനെ ഏറ്റവും താഴേക്കിടയിൽ എന്ന് പലരും പറയുന്ന യഥാർത്ഥത്തിൽ ജാതിയില്ല, ഈ പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കി വെച്ച ജാതിയിൽ ഏറ്റവും താഴേക്കിടയിൽ എന്ന് പറയുന്ന ആൾക്കാർക്ക് ക്ഷേത്രത്തിൽ ദർശനമില്ല. ക്ഷേത്ര വഴികളിൽ പോലും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു അന്നത്തെ കാലഘട്ടം. പക്ഷേ രാമാനുജാചാര്യർ പറഞ്ഞു, ഇവരാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്, അതുകൊണ്ട് ഇവർക്ക് മുൻഗണന ക്ഷേത്രത്തിൽ എപ്പോഴും. ക്ഷേത്രത്തിൽ കയറാനും ഭഗവാനെ ദർശിക്കാനും ഭഗവാനെ സേവനം ചെയ്യാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഇവർക്ക് കൊടുക്കണമെന്ന് രാജാവിനെ കൊണ്ട് പറയിക്കും. അങ്ങനെ രാജാവ് സമ്മതിക്കും. അങ്ങനെ അവർക്ക് തിരുക്കുലത്തോർ എന്ന പേരും അവരിട്ടു. ആര്? രാമാനുജാചാര്യർ. 1000 വർഷങ്ങൾക്ക് മുമ്പ് 12ാം നൂറ്റാണ്ടിൽ ഹരിജനങ്ങൾക്കും ഗിരിജനങ്ങൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചത്. അങ്ങനെ വലിയ സാമൂഹ്യ പരിവർത്തനം, സാമൂഹ്യ വിപ്ലവം ഒക്കെ രാമാനുജാചാര്യർ നടത്തി. അങ്ങനെ തിരുനാരായണപുരത്തിൽ മൂലവിഗ്രഹത്തെ കണ്ടുപിടിച്ച് കോവിൽ നിർമ്മിച്ച് നഷ്ടപ്പെട്ടു പോയ അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെട്ടു പോയ ഉത്സവമൂർത്തിയെ തിരികെ കൊണ്ടുവന്ന് പൂജ ചെയ്ത് രാമാനുജാചാര്യർ 12 വർഷം അവിടെ കഴിയുന്നു. അങ്ങനെ അങ്ങനെ അവിടെ കഴിയുന്ന സമയത്ത് ഒരു ദിവസം ശ്രീരംഗത്ത് നിന്നും ഒരു വൈഷ്ണവൻ യാദൃശ്യമായിട്ട് അവിടെ എത്തുന്നു.
അങ്ങനെ അദ്ദേഹം രാമാനുജാചാർ അവിടെ ഉള്ളത് അറിഞ്ഞ് രാമാനുജാചാരുടെ അടുക്കലെത്തി. അദ്ദേഹത്തിൽ നിന്നും ചോഴ രാജാവിനാൽ തന്റെ ഗുരുവിനെയും തന്റെ ശിഷ്യനായ പുരത്താழ்വാരുടെയും കണ്ണുകൾ നഷ്ടപ്പെട്ടതും ആ വേദന കൊണ്ട് സഹിക്കാനാകാതെ പെരിയ നമ്പി വേദനയോടെ മരിച്ചതും അങ്ങനെ വളരെ ക്രൂരവും വളരെ ദയനീയവുമായ കാര്യങ്ങൾ രാമാനുജാചാര്യ അറിഞ്ഞ് വാവിട്ട് നിലവിളിക്കും. ആര്? രാമാനുജാചാര്യൻ. അദ്ദേഹം പൊട്ടിക്കരയും. തൻ്റെ എന്താണ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരു, തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ, രണ്ടുപേർക്കും കണ്ണുകൾ നഷ്ടപ്പെട്ടു. അതിൽ ഒരു ഗുരുവിന് ജീവനെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം കരഞ്ഞ് നിലവിളിക്കും. ഉടനെ ശിഷ്യന്മാരെല്ലാം കൂടെ രാമാനുജാചാര്യരെ സമാധാനപ്പെട്ടു. എന്തായാലും പൂരത്താழ்വാരെങ്കിലും ജീവനോടെ ഉണ്ടല്ലോ. അപ്പോ രാമാനുജാചാര്യർ തൻ്റെ ഒരു ശിഷ്യനായ മാരുൻറില്ല ചിതിയാണ്ടാൻ എന്ന തൻ്റെ ശിഷ്യനെ ശ്രീരംഗത്തേക്ക് അയച്ചിട്ട് ഇപ്പോൾ നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞു വരാൻ പറഞ്ഞു വിടും. അതിൻ്റെ പേര് മാരുൻറില്ല ചിതിയാണ്ടാൻ എന്ന ശിഷ്യനെയാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഇതിനിടയ്ക്ക് ശ്രീരംഗത്ത് എന്ത് നടക്കുന്നു എന്ന് വെച്ചാൽ, ശ്രീരംഗത്ത് ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്ത ഈ രണ്ടാം കുലോത്തുംഗ ചോഴൻ എന്ന ആ മഹാദ്രോഹി, അയാള് തന്നെ ചെയ്തു കൂട്ടിയ പാപത്താല് കഴുത്തിൽ എന്തു പറ്റി? ക്യാൻസർ പിടിച്ചു. കഴുത്തിന് ചുറ്റും പുണ്ണ് വന്ന് അതിൽ നിന്ന് ഇങ്ങനെ പുഴുക്കൾ ഇങ്ങനെ പുറത്തേക്ക് ചാടാൻ തുടങ്ങി. എന്ത് മരുന്ന് ചെയ്തിട്ടും, എത്ര മരുന്ന് അകത്തേക്ക് കഴിച്ചിട്ടും, എത്ര മരുന്ന് പുരട്ടിയിട്ടും, എന്തൊക്കെ പിന്നെന്താണ് അതിനുള്ള പരിഹാരങ്ങൾ, പാപപരിഹാരങ്ങളൊക്കെ ചെയ്തിട്ടും ദിവസം തോറും വേദനയും ഈ ഈ ഭാഗം പുഴുത്തുകൊണ്ടിരുന്നു. കൃമികൾ ഇങ്ങനെ ചാടിക്കൊണ്ട് വല്ലാത്ത ദുർഗന്ധവും അസഹ്യമായ വേദനയും കാരണം പിടച്ച് ആ ദ്രോഹി എന്താണ് ചത്തു, നരകിച്ച് ചത്തു. അങ്ങനെ അയാൾക്ക് കൃമി കണ്ട ചോഴൻ എന്ന് പിൽക്കാലത്ത് ഒരു പേരും കിട്ടി. കഴുത്തിൽ കൃമികൾ കന്നതുകൊണ്ട് കൃമി കണ്ട ചോഴൻ എന്ന് പിൽക്കാലത്ത് ആൾക്കാർ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അതോടുകൂടി എന്താണ് ഈ അവരുടെ ആ ശൈവ എന്താണ് വൈഷ്ണവരോടുള്ള നിന്ദയും ശൈവന്മാരോടുള്ള അമിതമായ ഇതെല്ലാം ആ കുടുംബത്തിന് തന്നെ മാറി. ഇങ്ങനെ ഇത്രയും ഭീകരമായ ഒരവസ്ഥ വൈഷ്ണവരെ ദ്രോഹിച്ചത് കൊണ്ട് ഉണ്ടായി എന്നുള്ളത് ഒരു ദേവപ്രശ്നമൊക്കെ വെച്ച് നോക്കിയപ്പോൾ അവർക്ക് ഈ അസുഖത്തിന് കാരണം വൈഷ്ണവരുടെ മനസ്സിൽ ഉള്ള വേദനയാണ്. ആ വേദനകളെല്ലാം കൂടി ഇദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക്, കാരണം ഇദ്ദേഹം പറഞ്ഞാണ് പല വൈഷ്ണവരെയും ക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ചതും. അപ്പൊ ഇനി സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അയാള് അങ്ങനെ പുഴുത്ത് നാറി ചത്തു. അപ്പൊ ഈ സംഭവം എന്താണ് ഇങ്ങനെ ഈ സംഭവമൊക്കെ ഇദ്ദേഹം മാരൻറില്ല ചിതിയാണ്ടൻ ശ്രീരംഗത്ത് വന്നപ്പോൾ മനസ്സിലായി. അങ്ങനെ ആ പരമദുഷ്ടനായിട്ടുള്ള രണ്ടാം കുലോത്തുംഗ ചോഴൻ മരിച്ചുവെന്നും അവിടെ പരിവർത്തനങ്ങളൊക്കെ നടക്കുന്നുവെന്നും ഇപ്പൊ പഴയതുപോലെ വൈഷ്ണവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അതുകൊണ്ട് തന്നെ തിരിച്ച് രാമാനുജാചാര്യർക്ക് വരുന്നതിൽ പ്രശ്നമില്ല എന്നും ഈ ചിതിയാണ്ടാൻ രാമാനുജാചാര്യരെ അറിയിക്കുന്നു. അങ്ങനെ രാമാനുജാചാര്യർ ഇതറിഞ്ഞോടെ സമാധാനത്തോടെ മേൽക്കോട്ടയിൽ നിന്നും തിരികെ ശ്രീരംഗത്തേക്ക് വരാൻ തീരുമാനിക്കുകയും ചെയ്തു. അവിടെ വൈഷ്ണവ കുലത്തെ പരിപോഷിക്കാൻ വേണ്ടി 52 പീഠാധിപതികളെ നിയമിക്കും നമ്മുടെ ഈ മേൽക്കോട്ടയിൽ. എന്നിട്ട് എൻ്റെ ചെല്ലപ്പിള്ളയായ മേൽക്കോട്ടയിലെ രാമപ്രിയരെ നിങ്ങൾ സംരക്ഷിക്കണം. ഇനി ഇതുപോലെ വല്ലവരും വന്ന് അടിച്ചുകൊണ്ട് പോകാൻ സമ്മതിക്കരുത്. നിങ്ങൾ ജീവൻ നൽകി എങ്കിലും അദ്ദേഹത്തെ എൻ്റെ ചെല്ലപ്പിള്ളയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹം ഭയങ്കര വികൃതിയൊക്കെയാണ്, എന്നാലും നിങ്ങൾ അദ്ദേഹത്തിനെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് എപ്പോഴും ശ്രദ്ധ നിങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് രാമാനുജാചാര്യർ പുറപ്പെടാൻ തുടങ്ങി. അപ്പോ അതുവരെ ഉണ്ടായിരുന്ന ശിഷ്യ സമൂഹം ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയും. നിങ്ങൾ അങ്ങ് പോകരുത്, അങ്ങയുടെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കും. അപ്പോ രാമാനുജാചാര്യർ പറയും, നിങ്ങൾക്ക് എന്നോട് ഇത്രയും സ്നേഹം ആരോടും പാടില്ല. ഒന്നിനോടും ഒരു ആസക്തിയും വച്ച് പുലർത്തരുത്. എപ്പോഴും ഭഗവാനോട് വേണം ആസക്തി പുലർത്താൻ. ഒരു വ്യക്തികളോടും ആസക്തി പാടില്ല.
ഇനി നിങ്ങൾക്ക് ഇത്ര സങ്കടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഒരു വിഗ്രഹം ഉണ്ടാക്കി വെച്ചോളൂ എന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് തന്നെ അവര് രാമാനുജാചാര്യര് ഇരിക്കെ തന്നെ അദ്ദേഹത്തിനെ നോക്കി വിഗ്രഹം ഉണ്ടാക്കാൻ വേണ്ടി അന്നത്തെ കാലത്തെ ഒരു ഒരു ശില്പിയെ വിളിച്ചു കൊണ്ടുവന്ന് ജീവൻ തുടിക്കുന്ന ഒരു വിഗ്രഹം ഉണ്ടാക്കി. രാമാനുജാചാര്യർ തൻ്റെ ആ ശക്തി അതിലേക്ക് ആവാഹിച്ചു കൊടുത്തു. എന്നിട്ട് പറയും, ഞാൻ ഇനി ഇവിടെയുമുണ്ട്, ഈ പറയുന്ന ശ്രീരംഗത്തും ഉണ്ടാകും, അതുകൊണ്ട് ഈ വിഗ്രഹത്തെ നിങ്ങൾ ആരാധിച്ചുകൊള്ളൂ, ഞാൻ ഇവിടെ ഈ വിഗ്രഹത്തിലുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ സമാധാനിപ്പിച്ചു. ആ വിഗ്രഹം ഇന്നും ഈ പറയുന്ന മേൽക്കോട്ടയിൽ ഉണ്ട്. അങ്ങനെ തമര് ഉപന്ത തിരുമേനി എന്നാണ് ആ വിഗ്രഹത്തിന് പേര്. തമരെന്ന് പറഞ്ഞാൽ ശിഷ്യർ, ഉപന്ത എന്ന് പറഞ്ഞാൽ ആശപ്പെട്ട, തിരുമേനി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരം. അങ്ങനെയാണ് ആ വിഗ്രഹത്തിന് പേര്. അങ്ങനെ രാമാനുജാചാര്യ മേൽക്കോട്ടയിൽ നിന്നും ശ്രീരംഗത്ത് എത്തിയ വിവരം അറിഞ്ഞ് പൂരത്താഴ്വാർ തിരുമാളരയും ചോലയിൽ നിന്നും തിരിച്ചു രാമാനുജാചാര്യരെ കാണാൻ വേണ്ടി വന്നു. അങ്ങനെ കണ്ണ് നഷ്ടപ്പെട്ട് ഇങ്ങനെ തന്റെ മുന്നിൽ നിൽക്കുന്ന പൂരത്താഴ്വാരെ കണ്ടതും, ഞാൻ ചെയ്ത ആണല്ലോ നിനക്ക് കണ്ണുകൾ നഷ്ടപ്പെട്ടത് എന്ന് പറഞ്ഞ് രാമാനുജാചാര്യർ കരഞ്ഞ് നിലവിളിക്കും. അപ്പൊ പൂരത്താഴ്വാർ പറയും, സ്വാമി, അങ്ങയുടെ എന്റെ കാഴ്ച പോയാലെന്ത്, എനിക്ക് അങ്ങയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, അങ്ങയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? എനിക്ക് ഈ പറയുന്ന കാഴ്ച കൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? എനിക്ക് അങ്ങയെയും ഭഗവാനെയും കാണാൻ വേണ്ടി മാത്രം എനിക്ക് കാഴ്ച കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലാതെ എനിക്ക് ഭൗതികമായ ഒന്നും എനിക്ക് കാണണമെന്നേ ഇല്ല. അതുകൊണ്ട് എനിക്ക് കണ്ണു പോയതിലോ കാഴ്ച പോയതിലോ എനിക്ക് ഒരു വിഷമവും ഇല്ല, അങ്ങ് ഇങ്ങനെ കരയരുത് എന്ന് ആര് പറയും? പൂരത്താഴ്വാര് പറയും. മാത്രമല്ല, ഞാൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. മുമ്പ് ഒരാൾ തെറ്റിയിൽ തിലകം ഇട്ടപ്പോൾ ഇങ്ങനെ ചരിഞ്ഞു പോയി. അപ്പോൾ ഞാൻ അത് കണ്ടിട്ട് ഇതെന്താ ഇങ്ങനെ ആണോ, കോണിച്ചാണോ തിലകം ധരിക്കേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ചു, പറഞ്ഞു പോലുമില്ല, ചിന്തിച്ചു പോയി. അങ്ങനെ ചിന്തിച്ചത് ചിലപ്പോൾ പാവമായിരുന്നിരിക്കാം. അതുകൊണ്ടാവാം എനിക്ക് എൻ്റെ കണ്ണുകൾ നഷ്ടപ്പെടാൻ കാരണമായത്. വൈഷ്ണവർ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അധർമ്മം ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവരും ധരിക്കുന്നത് കൈകൊണ്ടും കാലുകൊണ്ടും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് കർമ്മമെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. നമ്മുടെ ചിന്തകൾ മുതൽ കർമ്മം തുടങ്ങുകയാണ്. നമ്മൾ ഒരാളെ പറ്റി മോശമായിട്ട് ചിന്തിച്ചാൽ തന്നെ അതൊരു കർമ്മമായി കഴിഞ്ഞു. അതുപോലെ നമ്മൾ ഒരാളെ വാക്കുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അത് കർമ്മമായി കഴിഞ്ഞു. നമുക്കറിയാം, ഈ ഒരു ഭീകരന്മാരെല്ലാം റെയിൽവേ സ്റ്റേഷനിലും മാർക്കറ്റുകളിലൊക്കെ ബോംബ് വയ്ക്കുന്നത് ഒരു സുപ്രഭാതത്തിൽ തോന്നുന്നതല്ല. അവരതിനു വേണ്ടി വെൽ പ്ലാൻഡ് ആണ്. അവർ പ്ലാൻ ചെയ്ത് എത്രയോ മാസങ്ങൾ അല്ലെങ്കിൽ എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് തീരുമാനമെടുക്കും, ചിന്തിച്ച് എങ്ങനെ, എപ്പോൾ, ഏത് സമയത്ത് ചെയ്യണം എന്ന് ചിന്തിച്ച്. അല്ല, ഒന്നും വേണ്ട, നമ്മൾ ഒരു യാത്ര പോകുന്നു, നമ്മൾ നിപ്പിൽ അങ്ങ് ഇറങ്ങി പോവോ? ഇല്ല, നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കും, അല്ലേ? എപ്പോൾ പോകണം, എങ്ങനെ പോകണം, എന്ത് വസ്ത്രം ധരിക്കണം, എത്ര വസ്ത്രം കൊണ്ടുപോകണം, പൈസ എത്ര എടുക്കണം, ആരെല്ലാം പോകണം, ഏത് ബസ്സിൽ പോകണം, അല്ലെങ്കിൽ ഏത് ട്രെയിനിൽ പോകണം, ഇതെല്ലാം ചിന്തിച്ചിട്ടാണ് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ചിന്തകൾ പോലും കർമ്മമാണ്. ആ ചിന്തകളിലൂടെ നമ്മളുടെ കർമ്മം വരും. നമ്മൾ വിചാരിക്കും ചിന്തിക്കുന്നത് കർമ്മമല്ലെന്ന്, പക്ഷെ ചിന്തയും കർമ്മമാണ്. പിന്നെന്താണ്? വാക്കുകൾ. നമ്മുടെ ചിലരുടെ വാക്കുകൾ ചിലരെ ആത്മഹത്യയിലേക്ക് നയിക്കാറുണ്ട്, അല്ലേ? ചിലര് എന്ന് പറഞ്ഞാൽ അവരെ മാനസികമായിട്ട് വല്ലാണ്ട് വേദനിപ്പിക്കും. അങ്ങനെ ആ വാക്കുകൾ സഹിക്കാനാകാതെ ചിലര് കിണറ്റിൽ ചാടി ചാകും, അല്ലെങ്കിൽ മണ്ണെണ്ണ ഒഴിച്ച് ചാകും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അത് പതിവാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾ പോലും ഒരാളെ കൊല്ലാൻ പ്രാപ്തമാണ്. അപ്പോൾ അതും കർമ്മമാണ്. ചിന്തകൾ കർമ്മമാണ്. പിന്നെ കൂടാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും കർമ്മമാണ്. അപ്പോൾ ഈ പറയുന്ന അദ്ദേഹം ചിന്തിക്കുന്നത്, ഞാൻ അറിയാതെ ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ടാകാം എനിക്ക് ഇങ്ങനെ വന്നതെന്ന് അദ്ദേഹം സ്വയം പറഞ്ഞു. ആ രാമാനുജാചാര്യരുടെ മുമ്പിൽ പറഞ്ഞു, അതിൻ്റെയൊക്കെ പാപമായിരിക്കാം എനിക്ക് ഇങ്ങനെ പറ്റിയത് എന്ന് രാമാനുജാചാര്യരുടെ മുമ്പിൽ കൂരത്താഴ്വാർ പറയും. രാമാനുജാചാര്യർ കൂരത്താഴ്വാരുടെ കൈ പിടിച്ചിട്ട് കാഞ്ചീപുരത്ത് ചെന്നിട്ട് വരദരാജ പെരുമാളിനോട്, നീ പറയൂ, കണ്ണു വേണമെന്ന് എന്ന് കൂരത്താഴ്വാരോട് പറഞ്ഞു. അപ്പൊ കൂരത്താഴ്വാരോട് പറയും, ഞാൻ ഒരിക്കലും ഭഗവാനോട് ഇന്നോളം ഒന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ നിന്റെ ഗുരുവിന് വേണ്ടി നീ ചോദിക്കൂ, അദ്ദേഹം ഉറപ്പായിട്ട് നിനക്ക് കാഴ്ച തരും എന്ന് പറയും. അങ്ങനെ കൂരത്താഴ്വാർ വരദരാജ പെരുമാള് എൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഒരു സ്തോത്രം, വരദരാജ പെരുമാൾ സ്തവം എന്നാണ് അതിൻ്റെ
അതിൻ്റെ ഇത് പേര് അത് തന്നെ. അങ്ങനെ ഒരു ശ്ലോകം ഭഗവാന് മുന്നിൽ ചൊല്ലി പാടി തീർന്നതും അശരീരിയായിട്ട് ഭഗവാൻ ചോദിക്കും, നിനക്ക് എന്ത് വരം വേണം എന്ന് വരദരാജ പെരുമാള് കൂരത്താഴ്വാരോട് ചോദിക്കും. അപ്പോഴും ഇദ്ദേഹം പറയും, എനിക്കൊന്നും വേണ്ട പെരുമാളെ, എന്നാൽ എൻ്റെ കണ്ണു പോയതിന് കാരണക്കാരനായ എൻ്റെ തന്നെ ശിഷ്യനായ നാളൂരാന് അങ്ങ് മോക്ഷം കൊടുക്കണമേ എന്ന് ആര് പറയും? കൂരത്താഴ്വാർ പറയും. എത്ര വലിയ ഉന്നതമായ മനസ്സാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തൻ്റെയും തൻ്റെ ഗുരുവിൻ്റെ ഗുരുവായ പെരിയ നമ്പിയുടെയും കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കുന്നതിന് കാരണക്കാരനായ ആ നാളൂരാൻ എന്ന തൻ്റെ ശിഷ്യൻ, മഹാപാപിയായ കുലദ്രോഹിയായ ആ ശിഷ്യന് മോക്ഷം കൊടുക്കാനാണ് ആര് പറയുന്നത്? കൂരത്താഴ്വാർ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ വരദരാജ പെരുമാളിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് കൂരത്താഴ്വാരോട് ഇദ്ദേഹം നിർബന്ധിച്ച് പറയും, ഇങ്ങനെ ഭഗവാനോട് വരം ചോദിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും ഇദ്ദേഹം കേൾക്കുന്നില്ല. അപ്പം മടിക്കണ്ട, നിനക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രയാസമാണെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. എൻ്റെ പ്രിയ ശിഷ്യന് കാഴ്ച തിരിച്ചു കിട്ടണമെന്ന എൻ്റെ പ്രാർത്ഥന ആണെന്നുള്ള മട്ടിലെങ്കിലും നീ വരദരാജ പെരുമാളിനോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അത് തന്നെ, അതും അദ്ദേഹം കാഴ്ചയല്ല ചോദിക്കുന്നത്, ഇതിന് കാരണക്കാരനായ നാളൂരാന് മോക്ഷം കൊടുക്കണമെന്നാണ്. അപ്പോൾ എത്ര ഉന്നതമായ മനസ്സാണ് ഈ കൂരത്താഴ്വാരുടെ എന്ന് നമ്മൾ ചിന്തിക്കണം. നമുക്കൊക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തായാലും തൻ്റെയും പെരിയ നമ്പിയുടെയും കാഴ്ച നഷ്ടപ്പെടുത്തിയ രണ്ടാം കുലോത്തുങ്കന്റെ മന്ത്രിയായ തൻ്റെ ശിഷ്യനായ നാളൂരാന് മോക്ഷം കൊടുക്കണം എന്നുള്ള ആ ഗുരുവിന്റെ ശിഷ്യസ്നേഹം, അമ്മയുടെ പുത്രനോ, എത്ര പുത്രന്മാർ എത്ര പാപിയായാലും അമ്മമാർക്ക് മക്കളോട് ദേഷ്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുപോലെ തൻ്റെ ശിഷ്യനോടുള്ള ആ പ്രിയം കൂരത്താഴ്വാർക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അറിയാം, ഇങ്ങനെ ഗുരുദ്രോഹം ചെയ്തവൻ നരകം കിട്ടുമെന്ന് അറിയാം. അതുകൊണ്ട് അവന് നരകം കിട്ടരുതേ, അവൻ എന്ത് കിട്ടണം? അവന് മോക്ഷം കിട്ടണമെന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. അപ്പോ ഇങ്ങനെ പറഞ്ഞതും ഭഗവാൻ തന്നിരിക്കുന്നു എന്ന് വരം കൊടുത്തു. എന്തോന്ന് വരം കൊടുത്തു? ഇദ്ദേഹത്തിന്റെ ശിഷ്യന് മോക്ഷം കൊടുത്തോളാന്ന് ഭഗവാൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇന്നു മുതൽ നിനക്ക് എന്നെയും രാമാനുജാചാര്യരെയും കാണാനുള്ള കാഴ്ച കിട്ടും. എല്ലാ ഭൗതികമായിട്ടുള്ള കാഴ്ച എനിക്ക് വേണ്ടെന്ന് അദ്ദേഹം ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞെന്താണ്? എനിക്ക് പെരുമാളിനെയും എൻ്റെ ഗുരുവായ അങ്ങേയും മാത്രം കണ്ടാൽ മതി, പക്ഷെ എനിക്കെങ്കിലും കാഴ്ച പോയതിൽ സങ്കടമില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച്, അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് അന്ന് മുതൽ അദ്ദേഹത്തിന് പെരുമാളെയും ദർശിക്കാൻ പറ്റും, തൻ്റെ ഗുരുവായ രാമാനുജാചാര്യരെയും ദർശിക്കാനുള്ള ഒരു ഭാഗ്യം, ഒരു കഴിവ് ഭഗവാൻ ആർക്ക് കൊടുക്കുന്നു? കൂരത്താഴ്വാർക്ക് കൊടുക്കുന്നു. അങ്ങനെ അതിനുശേഷം രണ്ടുപേരും ഗുരുവും ശിഷ്യനും ശ്രീരംഗത്തേക്ക് തിരികെ പോകുന്നു. സമയം എന്തായാലും ആയതുകൊണ്ട് നമ്മൾ ബാക്കി സംഭവങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഇന്ന് ഈ കേട്ടതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഹരേ കൃഷ്ണ പ്രഭു, ഇത് ദിവ്യ ചക്ഷസ് പോലാണല്ലോ പ്രഭു. അതെ അതെ, അതവർക്ക് രണ്ടുപേർക്കും ഭഗവാനെയും ഗുരുവിനെയും കാണാൻ മാത്രം അദ്ദേഹത്തിന്റെ ആഗ്രഹം അതാണല്ലോ. എനിക്ക് ഭൗതികമായിട്ടുള്ള ഒന്നും കാണണമെന്ന് ആഗ്രഹമില്ല ഈ ലോകത്തുള്ള. കാരണം ലോകത്തെല്ലാം അനീതി, അസത്യം, അധർമ്മം ഇതൊക്കെയാണ് കാണുന്നത്. അപ്പം എനിക്ക് അതൊന്നും കാണണ്ട. എനിക്ക് കാണാൻ അങ്ങനെ ആണെങ്കിൽ തന്നെ എനിക്ക് എൻ്റെ ഗുരുവിനെയും എൻ്റെ ഭഗവാനെയും കണ്ടാൽ മാത്രം മതി. അതിനുള്ള കാഴ്ച കിട്ടണമെന്നേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ണു പോയെങ്കിൽ അതും ഒരു ഭാഗ്യം തന്നെ, ഇതൊന്നും കാണണ്ടല്ലോ എന്ന് അദ്ദേഹം ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ഈ രണ്ട് കാര്യങ്ങൾ കാണാൻ ഏതു സമയത്ത് ധാരാളം ക്ഷേത്രങ്ങൾ തകർത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ശ്രീരംഗത്തൊന്നും ചെയ്തില്ല അദ്ദേഹം. അതാ ചോദിച്ചത്. ശ്രീരംഗം ക്ഷേത്രത്തിലെ വന്നിട്ടില്ല അപ്പൊ. അദ്ദേഹം ശ്രീരംഗ ക്ഷേത്രമൊക്കെ അദ്ദേഹത്തിന്റെ അധീനയിൽ എത്തി, അദ്ദേഹം പിടിച്ചടക്കി. പക്ഷെ അവിടെ പോലും അദ്ദേഹം പിന്നെ ഈ പറയുന്ന രാമാനുജാചാര്യരെ തള്ളി പറഞ്ഞവർക്ക് മാത്രമേ ദർശനം അനുവദിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്ന കൂരത്താഴ്വാർ കണ്ണു പൊട്ടിയിട്ട് തിരിച്ച് ശ്രീരംഗത്ത് വരുമ്പോൾ പെരുമാളെ കാണാനായിട്ട് പോകുന്ന സമയത്ത് കയറ്റില്ല അവിടെ. നിങ്ങൾ രാമാനുജാചാര്യരെയും ഈ വൈഷ്ണവത്തെയും തള്ളി പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കാഴ്ച വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്.